അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹബി അജ്മഈൻ. ഖാലു സുബ്ഹാനക ലാ ഇൽമ ലനാ ഇല്ലാ മാ അല്ലംതനാ ഇന്നക അൻതൽ അലീമുൽ ഹകീം. ബഹുമാന്യരായ സഹോദരന്മാരെ, പണ്ഡിതന്മാരെ, പ്രിയപ്പെട്ട എൻ്റെ ഗുരുനാഥന്മാരെ, സുഹൃത്തുക്കളെ, ഇപ്പോൾ വിദ്യാഭ്യാസ മനഃശാസ്ത്ര സമീപനവുമായി ബന്ധപ്പെട്ടാണ് എൻ്റെ റിസർച്ച്. എഡ്യൂക്കേഷണൽ സൈക്കോളജിയിലാണ്, പെഡഗോഗിയിലാണ്. വളരെ സംഗ്രഹിച്ചുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പറയാം. നമുക്കറിയാം, പരിശുദ്ധ ഖുർആൻ പലയിടത്തും ചോദിച്ച ഒരു ചോദ്യം, വളരെ പ്രസക്തമായൊരു ചോദ്യം, കുൽ ഹൽ യസ്തവില്ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ. വിവരമുള്ള മനുഷ്യന്മാരും വിവരമില്ലാത്ത മനുഷ്യന്മാരും സമാവുമെന്നാണ്. അതിനൊരൊറ്റ ഉത്തരമേ ഉള്ളൂ, സമാവില്ല. വിവരമുള്ളവരും വിവരമില്ലാത്തവരും സമാവുമെന്ന് ചോദിച്ചാൽ ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ, അത് സമമാവുകയില്ല. പിന്നെ അവിടെ വരുന്നൊരു ചോദ്യം എന്താ വെച്ചാൽ, ഏത് തരം വിവരം എന്നാണ്. ഏത് തരം വിവരമാണെങ്കിലും ശരി, അത് അവസാനം അള്ളാഹുവിലേക്ക് എത്തിക്കണം, അള്ളാഹുവിനെ കുറിച്ചുള്ള അവൻ്റെ അസ്തിത്വത്തിലേക്ക് മനുഷ്യനെ എത്തിക്കണം എന്നുള്ളത്. അതുകൊണ്ട് നോക്കൂ, ഖുർആനാണല്ലോ നമ്മുടെ മൊത്തം സമ്മേളനത്തിൻ്റെ ചർച്ച. ഖുർആനിൽ ജൈവശാസ്ത്ര സംബന്ധിയായ പല ചോദ്യങ്ങളും പ്രതിപാദ്യങ്ങളുണ്ട്. കടലുമായി ബന്ധപ്പെട്ട പ്രതിപാദ്യങ്ങളുണ്ട്, മനുഷ്യനുമായി ബന്ധപ്പെട്ട പ്രതിപാദ്യങ്ങളുണ്ട്. ഇങ്ങനെ എല്ലാ സാധനങ്ങളുമായി ബന്ധപ്പെട്ട അനവധി പ്രതിപാദ്യങ്ങളുണ്ട്. ആ പ്രതിപാദ്യങ്ങളൊന്നും സവിസ്തരമായി ആഴത്തിൽ പോയിട്ടില്ല. കാരണം ഇതൊരു സോളജി പഠിപ്പിക്കാൻ വേണ്ടി ഇറങ്ങിയിട്ടുള്ള ഗ്രന്ഥമല്ല. ഇത് എക്കണോമിക്സ്, സാമ്പത്തിക ശാസ്ത്രത്തിൽ പരാമർശിച്ചിട്ടുണ്ട്. പക്ഷേ എക്കണോമിക്സ് തന്നെ ആക്കുകയല്ല ഖുർആൻ ചെയ്തത്. കാരണം അത് എക്കണോമിക്സ് പറയാൻ വേണ്ടി ഇറങ്ങിയൊരു ഗ്രന്ഥമല്ല. എന്നാൽ അതുണ്ട്. ഇങ്ങനെ പരിശുദ്ധ ഖുർആനിൻ്റെ ഓരോന്നും നിങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ ബോട്ടണി സംബന്ധിയായ വിവരങ്ങളുണ്ട്. പക്ഷേ അത് ബോട്ടണി മാത്രമല്ല ഖുർആനിലുള്ളത്. പക്ഷേ എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ, ഖുർആൻ ബോട്ടണി മാത്രം പറയാൻ വേണ്ടി വന്നൊരു സാധനമല്ല, ഒരു വേദഗ്രന്ഥമല്ല. അതുകൊണ്ടാണ്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നൊരു കാര്യം, ഏത് സബ്ജക്റ്റ് ആവട്ടെ, ഭാഷ മുതൽ കല മുതൽ നമ്മുടെ ശാസ്ത്ര വിഷയങ്ങൾ ഉൾപ്പെടെയുള്ള സബ്ജക്റ്റുകൾ കുട്ടികൾ എങ്ങനെയാണ് പഠിച്ചെടുക്കുന്നത്. ഒന്ന്, കുട്ടി എന്ന് മാത്രം ഞാൻ പറയുന്നില്ല, മുതിർന്നവരാണെങ്കിലും അവരെങ്ങനെയാണ് പഠിച്ചെടുക്കുന്നത്. രണ്ടാമത്തെ ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, പഠിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അധ്യാപകർ, കുട്ടി മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് അധ്യാപകർ ഉപയോഗിക്കുന്ന തന്ത്രങ്ങൾ, പലവിധ തന്ത്രങ്ങളുണ്ട്, പലവിധ മെത്തേഡുകളുണ്ട്. ആ മെത്തേഡുകൾ എന്തൊക്കെയാണ് എന്നത് വിദ്യാഭ്യാസ മനഃശാസ്ത്രത്തിൽ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ബിഹേവിയറിസം അത് പറയാൻ വന്നതാണ്, കോഗ്നിറ്റീവിസം അത് പറയാൻ വേണ്ടി വന്നതാണ്. അതുപോലെ തന്നെ ഈ പറയുന്ന നമുക്കറിയാം, പിന്നെ സാമൂഹ്യ നിർമ്മിതിവാദം, കൺസെപ്റ്റിവിസവും സോഷ്യൽ കൺസെപ്റ്റിവിസവും അത് പറയാൻ വേണ്ടി വന്നതാണ്. ഇതൊക്കെ നമ്മുടെ കുട്ടികൾ BEdനോ MEdനോ TTCക്കൊക്കെ പഠിക്കുന്ന സമയത്ത് വിശദമായി പഠിക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ ഒരു ഫിലോസഫിക്കൽ ആസ്പെക്റ്റ് അപ്പുറത്തുണ്ട്. അതിൽ പിന്നെ ഐഡിയലിസം ഉണ്ട്, സ്ട്രക്ചറലിസം ഉണ്ട്, അതുപോലെ തന്നെ ഈ പറയുന്ന നാച്ചുറലിസം ഉണ്ട്. അങ്ങനെയുള്ള കുറേ ഫിലോസഫിക്കലായിട്ടുള്ള ഇസങ്ങൾ വേറെയും ഉണ്ട്. ഈ ഇസങ്ങളുടെയും അതുപോലെ തന്നെ മനഃശാസ്ത്ര സമീപനങ്ങളുടെയും ഒക്കെ നടുവിൽ നിന്നുകൊണ്ട് പരിശുദ്ധ ഖുർആൻ ഇതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ വളരെ വ്യക്തമായി അതിലേക്ക് വെളിച്ചം വീശിക്കൊണ്ട് സംസാരിക്കുന്നുണ്ട്. നമുക്കൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്ന പോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആദ്യം അവതരിപ്പിച്ച ഇഖ്റഉ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് തുടങ്ങിയിട്ട് അല്ലമ ബിൽ കലം വരെയുള്ള ആദ്യത്തെ 5 ആയത്തുകൾ, ആ ആദ്യത്തെ അല്ലമൽ ഇൻസാന മാലം യഅലം വരെയുള്ള ആദ്യത്തെ 5 ആയത്തുകളിൽ കലമിനെ കുറിച്ച് പറയുന്നുണ്ട്, ഇൽമിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അതിൻ്റെ വിശദീകരണത്തിൽ മുഫസ്സിറുകൾ രേഖപ്പെടുത്തിയ ഒരു കാര്യം നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. അത് നമ്മുടെ മനസ്സിൽ നമ്മൾ അടിവരയിട്ട് മനസ്സിലാക്കേണ്ട ഒന്നാണെന്ന് എനിക്ക് തോന്നുന്നു. ഇതിന് ഈ 5 ആയത്തുകളെ വിശദീകരിച്ചുകൊണ്ട് മുഫസ്സിറുകൾ പറയാണ്, ഫശറഫഹു വകറമഹു ബിൽ ഇൽമി. മനുഷ്യനെ കോടാനക്കോടി ജന്തുക്കളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് അവൻ്റെ ജ്ഞാനം കൊണ്ട് മാത്രമാണ്. ഫശറഫഹു വകറമഹു ബിൽ ഇൽമി. മനുഷ്യനെ ആദരിക്കുകയും അവനെ ബഹുമാനിക്കുകയും ഒക്കെ ചെയ്യുന്നതിന് കാരണമായ ഒരു കാര്യം എന്താണ്? മറ്റു ജീവികളിൽ നിന്ന് ഈ ആദരവ് കിട്ടാനുണ്ടായ കാര്യം എന്താണ്? അത് ഇൽമാണ്. വഹുവൽ ഖദറുല്ലദീ ഇംതാസ ബിഹി അബുൽ ബരിയത്തി ആദം. ആദമിന് മലാഖകളെക്കാൾ മേലെ നിൽക്കാൻ വേണ്ടി കഴിഞ്ഞതും അതുകൊണ്ടാണ്. ഈ സ്ലൈഡിന്റെ തുടക്കത്തിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഖാലു, അവർ പറഞ്ഞു, മാലാഖമാർ പറഞ്ഞു, സുബ്ഹാനക ലാ ഇൽമ ലനാ ഇല്ലാ മാ അല്ലംതനാ. ആദമിനോട് പേര് പറയാൻ പറഞ്ഞപ്പോൾ ആദം ഇങ്ങനെ എണ്ണി പറഞ്ഞു അലൈഹിസ്സലാം. അല്ലമ ആദമൽ അസ്മാ കുല്ലഹ, നിങ്ങൾ ഓതിപ്പോയിട്ടുണ്ടാവും. അപ്പോൾ ആദം എല്ലാം എണ്ണി പറയാണ്. എണ്ണി പറഞ്ഞപ്പോൾ മലക്കുകൾ അവിടെ ഉണ്ട്. ഇത് മനുഷ്യനാണ്, കളിമണ്ണ് കൊണ്ടുണ്ടാക്കപ്പെട്ട മനുഷ്യൻ. അപ്പുറത്ത് പ്രകാശം കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട അള്ളാഹുനേറെ പ്രിയപ്പെട്ട മലക്കുകൾ അവിടെ ഉണ്ട്. പക്ഷെ മലക്കുകൾ ആദമിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യുന്നു. ആരാധനയുടെ സുജൂദല്ല, മറിച്ച് ആദരവിന്റെ സുജൂദ്. അവർ പറയാണ്,
സുബ്ഹാനക ലാ ഇൽമ ലനാ ഇല്ലാ മാ അല്ലംതനാ ഇന്നക അൻതൽ അലീമുൽ ഹകീം. പടച്ചോനജി പറഞ്ഞെന്നല്ലാതെ ഞങ്ങൾക്കൊന്നും പറയാനില്ല. ആദമെല്ലാം പറഞ്ഞു കഴിഞ്ഞു, ആദമിനെ അറിയാം, അതുകൊണ്ട് ആദമിനെ ആദരിക്കുന്നു എന്ന്. അപ്പോൾ ആ ആദരവ് കിട്ടിയ ആദമിൻ്റെ സന്തതികളായ നമ്മൾ പഠിക്കുക എന്നത് ഒരു തപസ്സായി സ്വീകരിക്കണം എന്നാണ് ഈ ഒരു സന്ദർഭത്തിൽ എനിക്ക് പറയാനുള്ളത്. പഠിച്ചുകൊണ്ടേയിരിക്കുക, ലൈഫ് ലോങ് എഡ്യൂക്കേഷൻ, പഠിച്ചുകൊണ്ടേയിരിക്കുക. അങ്ങനെ പഠിച്ചുകൊണ്ടേയിരിക്കുമ്പോൾ ചില തന്ത്രങ്ങൾ അതിനാവശ്യമായി വരും, ചില രീതികൾ അതിനാവശ്യമായി വരും. പഠിപ്പിക്കുന്ന ആളുകളും ചില തന്ത്രങ്ങളും ചില രീതികളും ഒക്കെ സ്വീകരിക്കേണ്ടതായിട്ട് വരും. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് പഞ്ചേന്ദ്രിയങ്ങൾ എന്ന് പറയുന്നത്. നമ്മൾ പലപ്പോഴും കണ്ടുകൊണ്ടും കേട്ടുകൊണ്ടും സ്പർശിച്ചുകൊണ്ടും രുചിച്ചുകൊണ്ടും ഒക്കെയാണ് അറിവിനെ സ്വായത്തമാക്കുന്നത്. വിദ്യാഭ്യാസ മനഃശാസ്ത്രത്തിലെ ആദ്യത്തെ ഒരു ഭാഗമുണ്ട് ബിഹേവിയറിസ്റ്റുകൾ. ആ ബിഹേവിയറിസ്റ്റുകളുടെ തിയറി അനുസരിച്ച് പഞ്ചേന്ദ്രിയങ്ങൾക്ക് വളരെയധികം പ്രാധാന്യം വിദ്യ നേടുന്നതിലുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് പരിശുദ്ധ ഖുർആന്റെ ആയത്തുകൾ നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, കാണുന്നില്ലല്ലേ? കാണുന്നുണ്ടോ? സ്ലൈഡ് കാണുന്നുണ്ടോ? വല്ലാഹു അഖ്റജക്കും മിൻ ബുത്തൂനി ഉമ്മഹാത്തിക്കും ലാ തഅലമൂന ശൈഅ. ഉമ്മന്റെ വയറ്റിൽ നിന്ന് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു അറിവുമില്ല. വജഅല ലക്കുമുസ് സമഅ വൽ അബ്സാറ വൽ അഫ്ഇദ. പിന്നെ നിങ്ങൾക്ക് അറിവ് വന്നത് എങ്ങനെയാണ്? അറിവ് നിങ്ങൾക്ക് വന്നത് എങ്ങനെയാണ്? ഉമ്മയുടെ വയറ്റിൽ നിന്ന് പുറത്തേക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്ക് അറിവില്ല. അറിവ് പിന്നെ നിങ്ങളിലേക്ക് വന്നത് കേട്ടും കണ്ടും വേറൊരിടത്ത് അല്ലാഹു തആല രുചിച്ച് ദൂഖു അദാബന്നാർ എന്ന് പറയും. നരകത്തിനെ കുറിച്ച് പറയുമ്പോൾ ദൗക്ക് എന്നാണ് പറയുന്നത്, ടേസ്റ്റ് ചെയ്യണം. അപ്പോൾ ടേസ്റ്റിലൂടെയാണ് വിവരം വരുന്നത് എന്ന് അവിടെ പറയുന്നുണ്ട്. മറ്റൊന്ന് മണത്തിട്ട് മനുഷ്യൻ വിവരം നേടുന്നു എന്നതാണ്. മണത്തിട്ട് ഈ പരാമർശം വന്നത് എവിടെയെന്ന് ചോദിച്ചാൽ, യാക്കൂബ് നബിയുടെ അടുക്കലേക്ക് യൂസുഫ് നബിയുടെ കുപ്പായവുമായി സഹോദരങ്ങൾ വരുന്നുണ്ട്. ആ സമയത്ത് പരിശുദ്ധ ഖുർആന്റെ പരാമർശം നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ. ഇന്നി അജിദു റീഹ യൂസുഫ. യൂസുഫിന്റെ മണം ഇതാ എൻ്റെ മൂക്കിലേക്ക് വരുന്നു. മനസ്സിലായില്ല? അപ്പം മണത്തിട്ട് രുചിച്ചിട്ട് തൊട്ടിട്ട് അറിഞ്ഞിട്ട് കേട്ടിട്ടൊക്കെയാണ് നമ്മൾ അറിവ് ഉണ്ടാക്കുന്നത് എന്ന ബിഹേവിയറിസ്റ്റ് വാദം വന്നത് 19-ാം നൂറ്റാണ്ടിലാണ്. ഞാനതിൻ്റെ ആളുകളെ ഒന്നും വളരെ വിശദമായി പറയുന്നില്ല. സ്കിന്നറെ പോലെയുള്ള തോണ്ടേക്കിനെ പോലെയുള്ള ആൾക്കാരാണ് ഈ വാദവുമായി വന്നിട്ടുള്ളത്. ഇത് വന്നത് 19-ാം നൂറ്റാണ്ടിൻ്റെ പൗതിക്കാം. പരിശുദ്ധ ഖുർആൻ ഇത് പറയണത് 6-ാം നൂറ്റാണ്ടിലാണ്. ഒന്ന് ആലോചിച്ച് നോക്കി. 13 നൂറ്റാണ്ട് പിറകിൽ അല്ലാഹു തആലയുടെ പരിശുദ്ധ ഗ്രന്ഥം ഇത് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നമ്മൾ അതിനെ അങ്ങനെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ കാണാത്തത് കൊണ്ടാണ്. അങ്ങനെയും കാണാം, അങ്ങനെ കാണണം. പരിശുദ്ധ ഖുർആന്റെ ശരിക്കും വ്യാഖ്യാനം എന്ന് പറയുന്നത് കാലമാണ് വ്യാഖ്യാനിക്കേണ്ടത്. നമ്മുടെ തലമുറ കഴിഞ്ഞ് അടുത്ത തലമുറ വരുമ്പോൾ ആ അടുത്ത തലമുറയിലെ സമസ്യകൾ ഉണ്ടാകും. ഇതുപോലെ അല്ലെങ്കിൽ ഇതിനപ്പുറവുമായ പല സമസ്യകളുണ്ടാവും. ആ സമസ്യകൾക്ക് അന്നത്തെ കാലത്ത് വ്യാഖ്യാനം കൊടുക്കുമ്പോഴാണ് പരിശുദ്ധ ഖുർആൻ അങ്ങനെ തുടരുക. എങ്ങനെ തുടരുക? അല്ലാഹു തആല പറഞ്ഞല്ലോ, നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ എന്ന് പറയുന്ന അവസാന കാലം വരെ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവുക അപ്പോഴാണ്. അപ്പോൾ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, ഒന്ന് നമ്മൾ പറഞ്ഞു ഈ ചോദക പ്രതികരണം, ചോദകങ്ങളോട് പ്രതികരിക്കൽ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ടാണ്. ഇപ്പം നിങ്ങളിപ്പോൾ നിഷാദ് മാഷ് ഒരു ടോർച്ച് പോലെ അടിച്ചാൽ ഞാൻ ഉടനെ എങ്ങനെ എൻ്റെ കൈയിനെ കൊണ്ട് മറിക്കുകയോ കണ്ണ് ചിമ്മുകയൊക്കെ ചെയ്യും. നിങ്ങൾ തരുന്ന ചോദകത്തിന് എൻ്റെ റെസ്പോൺസാണ്, എൻ്റെ പ്രതികരണമാണ്. അതെങ്ങനെ ഉണ്ടാവണമെന്ന് ചോദിച്ചാൽ ഈ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ടാണ് സാധ്യമാകുന്നത്. അത് അറിവ് സ്വായത്തമാക്കാൻ വേണ്ടി മനുഷ്യന്മാർ ഉപയോഗിക്കുന്ന ഒരു രീതിയാണ്. രണ്ടാമത്തെ രീതി ശ്രമപരാജയമാണ്. ശ്രമപരാജയം, ഒരു കാര്യം ചെയ്ത് ട്രയൽ ആൻഡ് എറർ മെത്തേഡ് നമുക്ക് പറയാൻ പറ്റും. ശ്രമിച്ച് പരാജയപ്പെട്ട് അവസാനം ശരിയിലെത്തിച്ചേരുന്നു. ഇങ്ങനെ ഒരു കാര്യം നമുക്ക് ഖുർആനിൽ കാണാൻ പറ്റും. സൂറത്തുൽ അൻആമിൽ നോക്കൂ നിങ്ങൾ. പ്രകൃതി വസ്തുക്കളെ ആരാധിക്കുന്നവരുടെ കൂട്ടത്തിൽ അധ്യാപകരായ സുഹൃത്തുക്കൾ ഇതിലുണ്ടെങ്കിൽ അവർക്ക് പെട്ടെന്ന് മനസ്സിലാവും. ആ കൂട്ടത്തിൽ ചെന്ന് മഹാനായ ഇബ്രാഹിം നബി പറയുന്നുണ്ട്. എന്താ പറയണതെന്ന് അറിയാമോ? അദ്ദേഹം അവരോട് പറയുന്നുണ്ട്, വകദാലിക നുരി ഇബ്രാഹിമ മലക്കൂത്ത സമാവാത്തി വല്ലർദു എന്ന് തുടങ്ങുന്ന ആയത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഫലമ്മാ ജന്ന അലൈഹിൽ ലൈലു, രാവുദിച്ചു വന്നപ്പോൾ, റഅ കൗകബൻ, ആകാശത്ത് വാരിയെറിഞ്ഞ മുത്തുകളെ പോലെ നക്ഷത്രങ്ങളെ അദ്ദേഹം കണ്ടു. ഫഖാൽ, അദ്ദേഹം പറഞ്ഞു, ഹാദാ റബ്ബി, ചങ്ങായിമാരെ ഇതാ പടച്ചോൻ വന്നിട്ടുണ്ട്. അപ്പം എന്താ വെച്ചാൽ നക്ഷത്രങ്ങൾ ആരാധിക്കണമല്ലോ അവിടെ ഉണ്ടേ, സൂര്യൻ ആരാധിക്കുന്നവരവിടെ ഉണ്ടേ, ഭൂമി ദേവിയും അമ്മയും ഒക്കെയായി ഈ കാലത്ത് കാണുന്ന പോലെ അക്കാലത്ത് കാണുന്നവരവിടെ ഉണ്ടേ. ആ ജനതയോട്, പ്രകൃതി പ്രതിഭാസങ്ങളെ ആരാധിക്കുന്ന ജനതയോട് അള്ളാഹുവിൻ്റെ പ്രവാചകൻ ഖലീൽ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം പറയാണ്, ഇതാണ് റബ്ബ്. കുറച്ച് കഴിഞ്ഞപ്പോൾ അത് അവസാനിച്ചു. സന്ധ്യ വന്നു, ഇരുട്ട് വന്നു. ഫലമ്മ അഫല, അത് അവസാനിച്ചു പോയപ്പോൾ അദ്ദേഹം പറഞ്ഞു, ലാ ഉഹിബ്ബുൽ ആഫിലീൻ, അസ്തമിക്കുന്നവരെ ദൈവമാക്കാൻ പറ്റൂല, തെറ്റിയിട്ടുണ്ട്, ദൈവത്തെ കണ്ടെത്തുന്നതിൽ തെറ്റിയിട്ടുണ്ട്. ഒന്നാമത്തെ തെറ്റ്. രണ്ടാമത്തേത് വരുന്നു ഖമർ,
ആയത്ത് ഞാൻ മുഴുവനായിട്ട് ഓതുന്നില്ല. അപ്പോഴും അദ്ദേഹം പറഞ്ഞു, ഇതാ നേരത്തെ വന്നവരെക്കാൾ ഉഷാറായ ഒരുത്തം വന്നിട്ടുണ്ട്, ഖമർ, പ്രകാശം പരത്തുന്ന ഇവനായിരിക്കും ദൈവം. കുറച്ചു കഴിഞ്ഞപ്പോൾ അതും അസ്തമിച്ചപ്പോ അദ്ദേഹം പറഞ്ഞു, നമുക്ക് തെറ്റിയിട്ടുണ്ട്, നമ്മുടെ അറിവിൽ തെറ്റുപറ്റിയിട്ടുണ്ട്, ഇതല്ല. മൂന്നാമതായി വന്നിട്ട് അവസാനം നേരത്തെ വന്നവരെക്കാളും ഏറ്റവും മികച്ചവനും ഉയർന്നവനും വലിയവനും ഇവനാണ്, ഇവനെ നമുക്ക് ദൈവമാക്കാം. കാരണം ചൂടുണ്ട് പ്രകാശമുണ്ട്. അതാണല്ലോ സൂര്യൻ. സൂര്യൻ ഇത് രണ്ടുമാണ്, ചൂടുണ്ട് പ്രകാശമുണ്ട്. അപ്പൊ മറ്റവരെക്കാൾ വലിയവനാണ് ഇവൻ. അവസാനം സന്ധ്യയാകുന്നതോടുകൂടി സൂര്യൻ അസ്തമിച്ചു. സൂര്യൻ അസ്തമിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, അസ്തമിക്കുന്നവരെ ദൈവമാക്കാൻ പറ്റൂല. അവസാനം 3 പ്രാവശ്യം തെറ്റി ട്രയൽ ആൻഡ് എറർ, ശ്രമപരാജയത്തിലൂടെ അവസാനം ശരിയിലേക്ക് എത്തുന്നു. ആ പ്രശ്നം, ആ പ്രോബ്ലം അവിടെ സോൾവ് ആവുകയാണ്. എങ്ങനെ സോൾവ് ആവുന്നത്? ഇന്നി വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫതറ സമാവാതി വൽ അർള ഹനീഫൻ മുസ്ലിമൻ വമാ അന മിനൽ മുശ്രിക്കീൻ. ആകാശഭൂമികളെ പടച്ചു പരിപാലിക്കുന്നവരാണ് യഥാർത്ഥ ദൈവം. ആ യഥാർത്ഥ ദൈവത്തെ അറിയുകയാണ്, കണ്ടെത്തുകയാണ്. എങ്ങനെ കണ്ടെത്തുന്നത്? 3 പ്രാവശ്യം ശ്രമപരാജയത്തിലൂടെ കണ്ടെത്തുന്നു എന്നതാണ്. അടുത്ത ഒരു കാര്യം എന്ന് പറയുന്നത്, കുട്ടികൾ പഠിച്ചെടുക്കുന്ന ഒരു രീതി പ്രതിഫലവും ശിക്ഷയും ആലോചിച്ചിട്ടാണ്. നിങ്ങൾ പറഞ്ഞൊരു കാര്യം കുട്ടി ചെയ്താൽ അഹസൻത്താന്ന് പറഞ്ഞു നോക്കി, ഒന്ന് തടവി നോക്കി, ഒരു ചോക്കുപൊട്ട് കൊടുത്തു നോക്കൂ, ഒരു മുട്ടായി സമ്മാനമായി കൊടുത്തു നോക്കൂ. ആ കുട്ടി അത് വീണ്ടും ആവർത്തിക്കുകയും അതിനേക്കാൾ നന്നായി പെർഫോം ചെയ്യുകയും ചെയ്യുമെന്ന തിയറിയാണ്. ഈ തിയറി 19-ാം നൂറ്റാണ്ടിൽ വന്നതാണെങ്കിൽ പോലും, ബിഹേവിയറിസ്റ്റുകൾ കൊണ്ടുവന്നതാണെങ്കിലും പരിശുദ്ധ ഖുർആൻ ഇത് കുറേ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഖുർആൻ എങ്ങനെ പറഞ്ഞത്? അല്ലാഹു തആലക്ക് കടം കൊടുക്കുന്നതിനെ കുറിച്ച്, മൻദല്ലദീ യുഖ്രിദുല്ലാഹ ഖർളൻ ഹസന. ഇപ്പൊ നിശാ സാറും ഓസിയൊക്കെ ഇവിടെ പറഞ്ഞു പോയത്, ഓസി കരീമാഷാണ് കേട്ടോ, അപ്പോൾ പറഞ്ഞു പോയ ഒരു കാര്യം സക്കാത്തിനെ കുറിച്ചും സദഖനെ കുറിച്ചുമാണ്. ഇത് കൊടുക്കാൻ എങ്ങനെ വരുന്നത്? യുദായിഫു ലഹു, ഇരട്ടി ഇരട്ടിയായിട്ട് തരുന്നാണ്. അപ്പോൾ അവിടെ റിവാർഡ് കിട്ടുന്നുണ്ട്. 10 കൊടുത്താൽ 20, 30 യുദായിഫു എന്ന് പറയുമ്പോൾ 10ന്റെ മൾട്ടിപ്പിൾസ് എത്ര? 70,000 ഒക്കെ ആണല്ലോ പറയുന്നത് അല്ലേ? 70,000 ഒക്കെ അല്ലേ സദഖന്റെ കൂലി പറയുന്നത്? ആ മൾട്ടിപ്പിൾസ് കിട്ടുന്നുണ്ട് എന്നതുകൊണ്ടാണ് ഒരു റിവാർഡ് അവിടെ കിട്ടുന്നു, അതുകൊണ്ട് ഇത് കൊടുക്കുന്നു. ആ ബിഹേവിയർ ഒന്ന് നോക്കൂ നിങ്ങൾ, അവിടുത്തെ വ്യവഹാരം നോക്കൂ, കുട്ടിയുടെ വ്യവഹാരം, ഇതെല്ലാത്തിലുണ്ട്. സൂറത്തുൽ ഫാത്തിഹ പഠിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഭാഗം എനിക്ക് ചോക്ലേറ്റ് ഉണ്ട് നിങ്ങൾ പറഞ്ഞു നോക്കി, നന്നായിട്ട് വൃത്തിക്ക് കുട്ടി ഓതും. കാരണം ആ സമ്മാനമാണ്. ഇപ്പച്ചി പറയുന്ന ഒരു സാധനം മോന് സാബു വാങ്ങിക്കൊണ്ടിരാൻ നിങ്ങൾ കുട്ടീനോട് പറഞ്ഞു നോക്കി, കൊണ്ടുവരുമ്പോൾ അതിൽ ബാക്കിയുള്ള 10 രൂപയ്ക്ക് ഐസ്ക്രീം വാങ്ങിക്കൊള്ളുണ്ട് എന്ന് പറഞ്ഞു നോക്കൂ. അവിടുത്തെ ആ സമ്മാനം ഉണ്ടല്ലോ, ആ സമ്മാനം, ആ സവാബ് കുട്ടിയെ അതിലേക്ക് പ്രേരിപ്പിക്കുകയും പ്രചോദിപ്പിക്കുകയും ചെയ്യും. ഇനി ഇതേപോലെ തന്നെയാണ് ശിക്ഷയും, പണിഷ്മെന്റ്. റിവാർഡിനെ പോലെ തന്നെയാണ് പണിഷ്മെന്റും. പണിഷ്മെന്റ് ഉണ്ട് എന്ന് കണ്ടാൽ കുട്ടി വയ്യോട്ടടിക്കും, കുട്ടി പിറകിലോട്ടടിക്കും. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കണ്ടോ? ഈ നിസ്കാരത്തിനെ കുറിച്ച് പറഞ്ഞ സമയത്ത് റസൂലുള്ള പറഞ്ഞെന്താ? 7 വയസ്സായാലും നിങ്ങൾ അവനോട് കൽപ്പിക്കണം. 10 വയസ്സായിട്ടായാലും അവൻ ചെയ്യുന്നില്ലെങ്കിൽ അവിടെ പണിഷ്മെന്റ് പറയുന്നുണ്ട്, അവനെ ചെറുതായിട്ട് വേദനിപ്പിക്കണം. അഥവാ ശിക്ഷ എന്നൊന്നും പറഞ്ഞുകൂടാ, അതിനെ ലഘൂകരിക്കൽ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ചെറിയ ഒരു കൊട്ട് അവന് കൊടുക്കണം, എന്നാലും അവന് ഓർമ്മ ഉണ്ടാവുന്ന. അപ്പൊ ഈ കൊട്ടുണ്ടല്ലോ, ഏത് ഈ പറയുന്ന ശിക്ഷ, പണിഷ്മെന്റ്, റിവാർഡിനെ പോലെ തന്നെ പണിഷ്മെന്റും കുട്ടിയുടെ വ്യവഹാരത്തെ, കുട്ടിയുടെ പെരുമാറ്റത്തെ, കുട്ടിയുടെ ബിഹേവിയറിനെ കൺട്രോൾ ചെയ്യുന്നു എന്നതാണ്. ഇത് ഖുർആൻ മുന്നോട്ട് വെച്ചൊരാശയമാണെന്നാണ് ഞാൻ പറയുന്നത്. നമ്മൾ മനസ്സിലാക്കിയത് ബിഹേവിയറിസ്റ്റ് സൈക്കോളജിയിലൂടെ ആണെങ്കിൽ പോലും ഖുർആൻ നേരത്തെ തന്നെ ബോധന പ്രക്രിയയിലേക്ക് വെളിച്ചം വീശവേ ഇത് പറഞ്ഞിട്ടുണ്ട്. പിന്നെ വേറൊന്ന് പരിശീലനമാണ്, നിരന്തര പരിശീലനത്തിനെ കുറിച്ച് പറയുമ്പോൾ വളരെ പെട്ടെന്ന് മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട്, നൂഹ് നബിയുടെ കപ്പലുണ്ടാക്കലാണ്. അപ്പോൾ അതിൻ്റെ തിയറി എവിടെയാണ് നിങ്ങൾ ചോദിക്കും? ഇതിൻ്റെ തിയറി എവിടെയാണ്? നൂഹ് നബിയെ കുറിച്ച് പരിശുദ്ധ ഹദീസുകളിൽ പറയുന്നിടത്ത് കാണാൻ പറ്റും, കാന നൂഹ് നജ്ജാറൻ, നൂഹ് നബി ഒരു ആശാരിയായിരുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവിടെ വൊക്കേഷണൽ സ്കൂളില്ലേ, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ, തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസത്തിലേക്ക് വിരൽ ചൂണ്ടുന്ന ഒരായത്ത് കൂടിയാണ് ഇത്. ഇതിനെക്കുറിച്ച് പറയുന്ന സമയത്ത് പരിശുദ്ധ ഖുർആന്റെ പ്രയോഗം നിങ്ങൾ ശ്രദ്ധിച്ചോ? അനിസ്നഇൽ ഫുൽക ബിവഹീന ബിഅയ്യുനിനാ വഹീന, എൻ്റെ ദൃഷ്ടിയിൽ, എൻ്റെ നിർദ്ദേശം അനുസരിച്ച്. അതായത് നിർദ്ദേശം എന്ന് പറയുന്നത് എന്താണ്? തിയറി. ഇതെങ്ങനെ ഉണ്ടാക്കണം, ഏത് മെറ്റീരിയൽ ഉപയോഗിക്കണം, എപ്പോൾ ഉണ്ടാക്കണം, ഏത് വലുപ്പത്തിലും ആകൃതിയിലും വേണം എന്ന അതിൻ്റെ തിയറി ഞാൻ തരും. അള്ളാഹ് പറയാണ്, എൻ്റെ വഹിയാണ് അതിൻ്റെ തിയറി. ഫസ്ന, അതനുസരിച്ച് നീ ഉണ്ടാക്കണം എന്നാണ്.
ഇതുണ്ടാക്കുന്ന സമയത്ത് നൂഹ് നബിനെ അന്നത്തെ അവിശ്വാസികൾ കളിയാക്കി പറഞ്ഞത് ഇങ്ങനെയുണ്ട്, നീ ഒരു പ്രവാചകനായിരുന്നില്ലേ, എന്നേ നീ ആശാരിയായത് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ വൊക്കേഷണൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ആ കോൺസെപ്റ്റിലേക്ക് വിരൽ ചൂണ്ടുന്നതായി നമുക്കിത് കാണാൻ പറ്റും. ഒന്ന്. രണ്ടാമത് പ്രാക്ടിക്കൽ പരിശീലനം എന്ന് പറയുന്നത് കുട്ടി വിദ്യ നേടാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മെത്തേഡായിട്ട് വേണമെങ്കിൽ നമുക്കിതിനെ കാണാവുന്നതാണ് എന്നതാണ്. വേറൊരു കാര്യം എന്ന് പറയുന്നത് നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, റെഡിനെസ്, സന്നദ്ധത ഉണ്ടാകുന്ന സമയത്ത് കുട്ടികളെ പഠിപ്പിക്കുക എന്നുള്ളതാണ്. കുട്ടി ഇത് പഠിക്കാനുള്ള സന്നദ്ധത വേണമെന്നാണ്. കുട്ടി പ്രായം കൊണ്ടും അത് കേച്ച് ചെയ്യാനുള്ള ഒരു മാനസിക ശാരീരിക അവസ്ഥയിൽ നിൽക്കുന്ന സമയത്തായിരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക് വെളുത്ത മുണ്ടും ഷർട്ടും ഒക്കെ ധരിച്ച് തലയൊക്കെ മറച്ച് ഒരു സുന്ദരനായ യുവാവ് വരുന്നുണ്ട് മദീനത്തെ പള്ളിക്ക്. ആ യുവാവ് വന്നിട്ട് റസൂലിൻ്റെ അടുക്കൽ ഇരുന്നിട്ട് ഇങ്ങനെ മുട്ടുകൾ ചേർത്ത് വെക്കുക. മുട്ടുകൾ ചേർത്ത് വെട്ടിട്ട് റസൂലിനോട് സലാം പറയും, അവിടെ ഇരിക്കുന്നു, മുട്ടുകൾ ചേർത്ത് വെക്കുന്നു. എന്നിട്ട് അദ്ദേഹം ചോദിക്കുന്നുണ്ട്, ഒരു വിദ്യാർത്ഥിയെ പോലെ, ഞാൻ കുളിച്ച് വൃത്തിയായിട്ടുണ്ട്, ശുദ്ധിയായിട്ടുണ്ട്, സ്വീകരിക്കാൻ ഞാനിതാ റെഡിയായി നിൽക്കുന്നു, പറഞ്ഞോളൂ. റസൂലുള്ളാഹിനോട് പറയാണ്, ഈമാൻകാരും ഇസ്ലാംകാരും എനിക്ക് പറഞ്ഞു തരണം. ഞാൻ ചുരുക്കി പറയാം അല്ലേ, പഠിതാവിൻ്റെ സ്ഥാനത്ത് നിന്നത് ആരാണ് എന്ന് പിന്നീട് ആ പഠിതാവ് പോയ സമയത്ത് ഈ വന്നിരുന്ന വിദ്യാർത്ഥി എന്നോട് ചോദിച്ച് മനസ്സിലാക്കിയ വിദ്യാർത്ഥിയെ, സഹാബത്തെ നിങ്ങൾക്കറിയോ എന്ന് റസൂലുള്ളാഹി ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് സഹാബാക്കൾ പറയുന്നുണ്ട്, ഞങ്ങൾക്കറിയില്ലല്ലോ അല്ലാഹുവിൻ്റെ റസൂലേ, അല്ലാഹു അലം. അപ്പോൾ റസൂലുള്ളാഹി പറയുന്നുണ്ട്, ജിബ്രീൽ മനുഷ്യരൂപത്തിൽ വന്ന് നിങ്ങളെയും എന്നെയും ഒക്കെ ഇത് ഓർമ്മപ്പെടുത്താൻ വേണ്ടി വന്നതാണ്. അദ്ദേഹം ഒരു വിദ്യാർത്ഥിയുടെ സ്ഥാനത്ത് നിൽക്കുന്നു എന്നതാണ്. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കി, 3ാം ക്ലാസ്സിലെ നമ്മുടെ ഫിഖ്ഹിന്റെ പുസ്തകത്തിൽ ഹൈലിനെ കുറിച്ചും നിഫാസിനെ കുറിച്ചും പരാമർശിക്കേണ്ടിയുണ്ടോന്ന്, അതോ 7ാം ക്ലാസ്സിൽ നിന്ന് എത്തിയിട്ട് മതിയോന്ന് നിങ്ങൾക്ക് ചിന്തക്ക് വിട്ടു. ഞാൻ നിങ്ങളുടെ ചിന്തക്ക് വിട്ടിരിക്കുകയാണ്, അതിലേക്ക് കൂടുതലായിട്ട് ഞാൻ ഇറങ്ങുന്നില്ല. അപ്പോൾ റെഡിനെസ് ഇസ്ലാമിക വിദ്യാഭ്യാസ മനഃശാസ്ത്രത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇപ്പോൾ കള്ള് ഹറാമാക്കിയത് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കും. കള്ളൊരൊറ്റയടിക്ക് അല്ലാഹു തആല ഹറാമാക്കിയിട്ടില്ല. ജനങ്ങൾ റെഡിയായി വരുന്നത്, ജനങ്ങൾ ഈ ഹറാം എന്ന് പറയുന്ന തത്വത്തെ, ഇതിന്റെ ഹറാമിനെ സ്വീകരിക്കാൻ റെഡിയായി വരുന്ന ഒരു സാഹചര്യത്തിൽ കുട്ടികൾ റെഡിയാവുമ്പോൾ മാത്രമേ കുട്ടികൾക്ക് ഇതിന്റെ ഈ സാധനം ഇട്ട് കൊടുത്തിട്ട് കാര്യമുള്ളൂ, അവർക്ക് അത് കേച്ചാവൂ എന്നതുകൊണ്ട് തന്നെയാണ് അവിടെ ഒരു സാവകാശം വന്നത്. ആദ്യത്തിൽ യസ്അലൂനക അനിൽ ഖംറി വൽ മൈസർ, ആദ്യത്തെ ആയത്തതാണ്. അപ്പൊ അതിൽ ധാരാളം ദോഷമുണ്ട് എന്ന് പറഞ്ഞു വെച്ചു. ഇത് പറഞ്ഞു വെച്ചതിന് ശേഷവും പലരും പള്ളിക്ക് വരുമ്പോൾ വെള്ളടിച്ചിട്ടാണ് വന്നത്. ചില സഹാബികളൊക്കെ കുൽയായുൽ കാഫിറൂൻ ഓതിയിട്ട് ഇത് നിൽക്കണില്ല. അത് ചിലപ്പോൾ നമുക്ക് ഉണ്ടാണ്ടില്ലേ, ഓതിയിട്ട് നിൽക്കാതെ. പക്ഷെ ഇതതുകൊണ്ടല്ല, ഇത് തലക്ക് വെളിവില്ലാതെ ആയപ്പോ അങ്ങനെ പോയതാണ്. അപ്പോഴാണ് അല്ലാഹു തആല ആയത്തിറക്കിയത്, എന്ത്, വലാ തഖ്റബു സ്വലാത്ത വഅൻതും സുഖറ, 2ാമത്തെ ഇഞ്ചക്ഷൻ കൊടുക്കുക. ഇപ്പോഴും ആൾക്കാർ റെഡി ആയിട്ടില്ല കേട്ടോ. കാരണം എന്താ അറിയോ, സിരയിൽ അടങ്ങാത്ത യുദ്ധക്കൊതി അവരിൽ അലിഞ്ഞു ചേർന്ന ഒന്നാണ്. നുരഞ്ഞു പൊങ്ങുന്ന കള്ള് അവർക്ക് മറക്കാൻ പറ്റാത്ത ഒന്നാണ്. അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അവരെ തയ്യാറാക്കി എടുക്കാൻ 2ാമത്തെ തയ്യാറാക്കലാണ് ഇത് കണ്ടത്. നിസ്കാരത്തിലും ഓതുന്നൊക്കെ പയക്കാൻ തുടങ്ങി. അപ്പൊ അല്ലാഹു തആല അവസാനം ഇറക്കി, ഫഹൽ അൻതും. അതെ, നമുക്ക് എന്താ മനസ്സിലായത്, ആള് റെഡി ആയിട്ടേ സാധനം കൊടുക്കാൻ പാടുള്ളൂ. ഉറക്കം തൂങ്ങി ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഞാനിത് എത്ര പറഞ്ഞിട്ട് കാര്യമില്ല. ആള് റെഡിയാണോ അപ്പൊ കൊടുത്തിട്ടേ കാര്യമുള്ളൂ. അധ്യാപകർ നല്ലോണം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മളെ മക്കൾ റെഡി അല്ലാതെ നമ്മൾ അവർക്ക് കൊടുത്തിട്ട് കാര്യമില്ല. അപ്പൊ അവരെ റെഡിയാക്കാൻ എന്തൊക്കെ ചെയ്യണം, അത് അവർക്ക് ഇഷ്ടപ്പെട്ടത് എന്താ വെച്ചാൽ കഥ പറഞ്ഞിട്ടാണോ, അതൊക്കെ അധ്യാപകർക്ക് അറിയാം, ഞാനത് പറയുന്നില്ല. എന്തൊക്കെ പറഞ്ഞിട്ടാണ് ആൾക്കാരെ റെഡിയാക്കി എടുക്കേണ്ടത് എന്നുള്ളത് നമ്മളെ ടീച്ചേഴ്സിനും കൃത്യമായിട്ട് അറിയാം. അടുത്തൊരു സംഗതി എന്താണെന്ന് ചോദിച്ചാൽ, ഇതൊക്കെ ഞാൻ പറഞ്ഞത് ശാരീരിക നമ്മുടെ ഈ പറയുന്ന പ്രത്യക്ഷത്തിൽ കാണുന്ന അവയവങ്ങൾ കൊണ്ടും മറ്റുമൊക്കെ നടത്തുന്നതാണ്. എന്നാൽ പരോക്ഷമായ ഒരു റെഡിനെസ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു ചോദന ഉണ്ട്. ആ ചോദന എന്താ, ഇപ്പം നിയ്യത്ത് എന്ന് പറയുന്ന സാധനം പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് നമുക്ക് അളക്കാൻ പറ്റില്ല. നിയ്യത്ത് അളക്കാൻ പറ്റും. ഇഖ്ലാസ് ആത്മാർത്ഥതാണ്, അതൊക്കെ ഉള്ളിൽ നടക്കണം. അപ്പോൾ ഉള്ളിൽ നടക്കുന്നതായത് കൊണ്ട് തന്നെ ഉള്ളിലേക്കാണ് ആളുകൾ ബിഹേവിയർസ് തിയറികളെ പിറകോട്ട് പതുക്കെ തള്ളിക്കൊണ്ട് കോഗ്നിറ്റീവ്സുകൾ, ജ്ഞാനവാദികൾ കടന്നു വരുന്നത് അവിടെയാണ്. എന്ന് പറഞ്ഞാൽ ബ്രെയിന്, മനസ്സ്, ഈ മനസ്സ് പറഞ്ഞ സാധനം അങ്ങനെ ഒരു അവയവമല്ല കേട്ടോ. മനസ്സ് പറഞ്ഞ ഒരു സാധനമല്ല, ബ്രെയിൻ ഉണ്ട്, തലച്ചോറുണ്ട്. ഈ തലച്ചോറിന്റെ പ്രവർത്തനത്തെയാണ് നമ്മൾ പലപ്പോഴും മൈൻഡ് അല്ലെങ്കിൽ എന്ത് പറയണത്, മനസ്സെന്ന് പറയും. എനിക്കിപ്പോൾ അതിന് മനസ്സില്ല എന്നറിയില്ല നമ്മൾ. ഓനക്ക് അല്ലെങ്കിലും മനസ്സില്ല, കാരണം മനസ്സ് പറഞ്ഞൊരു അവയവമല്ലല്ലോ. അപ്പൊ എനിക്കിപ്പോൾ അതിന് മനസ്സില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ, നിങ്ങൾ എന്നെ മനസ്സിലാക്കണില്ല എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ, നിങ്ങളുടെ ബുദ്ധിയുടെ പ്രവർത്തന മണ്ഡലത്തിൽ ഞാൻ ഈ പറഞ്ഞ സാധനങ്ങൾ വ്യവഹാരത്തിനായി വന്നിട്ടില്ല എന്നാണ് എൻ്റെ അർത്ഥം. ചിലതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ചെറിയൊരു ഇതുണ്ടാവും, പിന്നെ ശരിയായിക്കോളും. അപ്പോൾ 2ാമത്തെ
രണ്ടാമത്തെ ഈ കൺസെപ്റ്റ് വരുന്നത് അവിടെയാണ് നമ്മൾ റൂസൊക്കെ പറഞ്ഞ പോലെ സൗണ്ട് മൈൻഡ് ഇൻ എ സൗണ്ട് ബോഡി എന്ന് പറയുന്ന ഒരു ഇത് വരുന്നത്. അൽ അഖ്ലു അസ്സലീം ഫിൽ ജിസ്മി സലീം. അപ്പൊ അക്കല് വളരെ പ്രധാനമാണ്. അക്കലിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ ഖുർആൻ ഇതിനെ പറഞ്ഞിട്ടുണ്ട്. അഫലാ താഖിലൂൻ, അഫലാ തദബ്ബുർ, അഖില് യാഖിലൂൻ താഖിലൂൻ അറഅയ്തും അൻ തൻദുറൂൻ. ഇങ്ങനെയൊക്കെ ഖുർആൻ ബുദ്ധിയുടെ ഈ വ്യത്യസ്തമായിട്ടുള്ള ഈ പ്രവർത്തനങ്ങളെ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് കേട്ടോ. പറഞ്ഞിട്ടുണ്ട്. ഫുആദ്, കൽബ്, സദർ, ഹിൽമ്, നുഹ എന്നിത്യാദി പ്രയോഗങ്ങളൊക്കെയാണ് ഖുർആൻ അതുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒന്ന് രണ്ട് കാര്യം ഈ വ്യവഹാര മണ്ഡലത്തിൽ വരുന്നതുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം സെൽഫ് ലേണിംഗ് ആണ്. സ്വന്തമായിട്ട് പഠിക്കുക. അവിടെ ടീച്ചർ ഉണ്ടാവില്ല. ഒരു ഫ്രണ്ടായോ ഫിലോസഫറായോ ഒന്നും ടീച്ചർ ഉണ്ടാവില്ല. ടീച്ചർ ഇല്ലാണ്ട് എങ്ങനെ പഠിക്കാൻ പറ്റും? അതിലേക്ക് അത് പഠിക്കാൻ പറ്റും എന്നാ ഖുർആൻ പറയുന്നത്. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആന്റെ ഒരു ഇന്ന ഫീ ഖൽഖി സമാവാതി വൽ അർദ് ഒന്ന് ഓതി തരുമോ? സഹായിച്ചേരി. ഇന്ന ഫീ ഖൽഖി സമാവാതി വൽ അർദി വഖ്തിലാഫിൽ ലൈലി വൻ നഹാരി ലആയാതി ലിഉലിൽ അൽബാബ്. അവിടെ ബുദ്ധിയുള്ളവർക്ക്, അവിടെ ബുദ്ധിയാണ് വർക്ക് ചെയ്യേണ്ടത്. ബുദ്ധിയുള്ളവർക്ക് ഇതിങ്ങനെ ചിന്തിച്ച് നോക്കിയാൽ എങ്ങനെ പറയും. പിന്നെ അതിൻ്റെ ഒരു പ്രവർത്തനമായിട്ട് പറഞ്ഞു അഫലാ യൻദുറൂന ലിബിലി. നിങ്ങൾ ആലോചിച്ചോളി, പഠിച്ചോളി എങ്ങനെയാണ് ഈ സാധനത്തിന് ഉണ്ടാക്കിയ പഠിച്ചോൻ. കാതങ്ങളോളം ചുട്ടുകൊള്ളുന്ന മരുഭൂമിയിലൂടെ തൻ്റെ കുളമ്പുകൾ ഉപയോഗിച്ച് നടക്കാൻ ഈ ജീവിയെ എങ്ങനെ അള്ളാഹു സന്നദ്ധമാക്കി? നിങ്ങൾ സ്വയം അന്വേഷിച്ചോളൂ. അപ്പൊ ബുദ്ധിയാണ്. ബുദ്ധിക്കാണ് അവിടെ പ്രാധാന്യം കൊടുക്കണേ. അല്ലദീന യദ്കുറൂന അല്ലാഹ. ബുദ്ധി ഉപയോഗിച്ച് കണ്ടെത്തിയ ആൾക്കാർ പിന്നെ ചെയ്യുന്ന പണിയാണ് യദ്കുറൂന അല്ലാഹ. ഓൾക്ക് മനസ്സിലായി ജ്ഞാനത്തിന്റെ ഉറവിടം ഐഡിയലിസവാദികളിലേക്ക് അപ്പോഴാണ് അവിടെ വരുന്നത്. ജ്ഞാനത്തിന്റെ ഉറവിടം അള്ളാഹു ആണെന്ന് അവർക്ക് മനസ്സിലായി. മാ ഊതീതു മിനൽ ഇൽമി ഇല്ലാ ഖലീല. നമ്മൾ ഐഡിയലിസ്റ്റുകളൊപ്പാണ് ആ കാര്യത്തിലുള്ളത്. എന്നാൽ പ്രാഗ്മാറ്റിസ്റ്റുകളെ തള്ളിക്കളയുന്നില്ല, നാച്ചുറലിസ്റ്റുകളെ തള്ളിക്കളയുന്നില്ല. കാരണം നേച്ചറിൽ നിന്ന് കിട്ടേണ്ട കുറെ ഇൽമുണ്ട് എന്ന് അള്ളാഹ് തന്നെ പറഞ്ഞു തരുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞോട്ടെ, കുഴപ്പമില്ല. അപ്പോ പറഞ്ഞു വരുന്നത് എന്താണ്? വമാ ഊതീതു മിനൽ ഇൽമി ഇല്ലാ ഖലീല. കുറച്ചു മാത്രമേ നിങ്ങൾക്ക് വിവരം. റസൂലുള്ളാഹി തന്നെ പറഞ്ഞു, ഒരു സാഗരത്തിൽ നിന്ന് എൻ്റെ സമയം നിങ്ങൾ പറയണേ, ഒരു സാഗരത്തിൽ നിന്ന് ഒരു കിളി അതിൻ്റെ തുമ്പിൽ വെള്ളം കോരിയെടുത്ത് പറക്കുമ്പോൾ തുമ്പിൽ കുടുങ്ങുന്നത് എത്ര തുള്ളിയാണോ ആ തുള്ളി മാത്രമാണ് നിങ്ങൾക്ക് കിട്ടിയ ഇൽമ്. ബാക്കി സാഗരം എവിടെ കിടക്കണത്? അള്ളാഹുവിൻ്റെ അടുക്കാണ് കിടക്കുന്നത്. ഇത് തന്നെയാണ് കേട്ടോ ഈ ഐഡിയലിസ്റ്റുകളും പറഞ്ഞത്. ആദർശവാദികൾ പറയുന്നുണ്ടല്ലോ ഫിലോസഫിയിൽ, അവർ പറഞ്ഞത് ദൈവമാണ് ജ്ഞാനത്തിൻ്റെ ഉറവിടം. ശരിയാണ്. ഖുർആനിക കൺസെപ്റ്റ് അനുസരിച്ച്, വീക്ഷണം അനുസരിച്ച് ജ്ഞാനത്തിൻ്റെ ഉറവിടം എവിടെ തന്നെയാണ്? അള്ളാഹ് തന്നേന്ന് കുറച്ചേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ. ഇനി നമ്മളിങ്ങനെ അന്വേഷിച്ച് കണ്ടെത്താനുണ്ട്, പലതും കണ്ടെത്താനുണ്ട്. പോട്ടെ, അതുകൊണ്ട് കണ്ടെത്തുക എന്നതിനെ കുറിച്ച് രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് പിന്നെ ഹോളിസ്റ്റിക് അപ്രോച്ചാണ്. ഹോളിസ്റ്റിക് അപ്രോച്ച് എന്ന് പറഞ്ഞാൽ ഒരു കാര്യത്തെ മൊത്തത്തിൽ കാണുക. ഇപ്പോൾ ഉദാഹരണമായിട്ട് നിങ്ങൾ ബസ്സിലൊക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് ഡ്രൈവർ സീറ്റിൻ്റെ ബാക്കിലുണ്ടാവും പിന്നെ ഒരു റിങ്, ഇങ്ങനെ ചുവപ്പും പച്ചയും ലൈറ്റുകളൊക്കെ ഇങ്ങനെ വണ്ടിൻ്റെ പേരൊക്കെ പറഞ്ഞോട്ട് ഇങ്ങനെ മിന്നി മറിയുന്നു. നമ്മളിവിടെ പവനിയല് മരിവ് കഴിഞ്ഞാൽ ആ കപ്പലിൻ്റെ പുറത്ത് ഇങ്ങനെ മിന്നി. നിങ്ങളിത് പുറത്തുനിന്ന് കാണുമ്പോൾ റോട്ടിന്ന് നോക്കുമ്പോൾ കപ്പൽ ഇങ്ങനെ ഒരു കത്തുന്ന കപ്പലായിട്ടാണ് നമുക്ക് കാണുക. സത്യത്തിൽ അതാണ് ഹോളിസ്റ്റിക് അപ്രോച്ച് എന്ന് പറഞ്ഞാൽ സമഗ്രതയോടുകൂടി നമ്മൾ അതിനെ കാണുന്നു. അതിൻ്റെ അടുത്ത് വന്ന് നോക്കണ്ടി, അത് ഓരോന്ന് വേറെ ലൈറ്റാണ് എന്ന് അതിൻ്റെ അടുത്തെത്തുമ്പോഴാണ് മനസ്സിലാവുക. ഇതൊന്നായിട്ട് കത്തല്ല, ഓരോന്ന് കത്തുകയാണെന്ന് നമുക്ക് അതിൻ്റെ അടുത്തെത്തുമ്പോഴാണ് മനസ്സിലാവുക. ഈ ഒരു അപ്രോച്ച് ഖുർആൻ പഠനത്തിന് ഉപയോഗിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ഓസിയൊക്കെ ഓതി വെച്ചിരുന്ന ആയത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ട്, മാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. ആ ഇബാദത്ത് ഒരു ഹോളിസ്റ്റിക് അപ്രോച്ചാണ്. ഇബാദത്ത് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ഹജ്ജ്, നോമ്പ് എന്ന് പറഞ്ഞ് ഘടകങ്ങളിലേക്ക് നമ്മൾ ഇറങ്ങേണ്ടിയല്ല. കൃഷി ഒരു ഇബാദത്താണ്. കൃഷി ഒരു ഇബാദത്തോ ആയതുകൊണ്ടല്ലേ പരലോകം ഈ വരികയാണ്, ഇഹലോകം അവസാനിക്കുകയാണ്. ഭൂമി ഇങ്ങനെ കടൽ കത്തുന്നു, പർവ്വതങ്ങൾ പാറുന്നു. കൃഷിക്കാരനാണോ അല്ലെങ്കിൽ വിത്ത് കയ്യിലുണ്ടോ കുഴിച്ചിടണമെന്ന ഇത് നമ്മൾ പണ്ട് പറഞ്ഞതിനാണ് നമ്മൾ അടിച്ച് പുറത്താക്കി. അവിടെ കേട്ടെ, ഞാൻ അങ്ങോട്ട് പോകില്ല. മരം കുഴിച്ചിടണമെന്ന് പറഞ്ഞിട്ട് അതെന്തുകൊണ്ടാ പറഞ്ഞേ? ഭൂമി നശിക്കുകയാണെങ്കിലും മരങ്ങൾ കുഴിച്ചിടണമെന്ന് പറയുന്നത് എന്തുകൊണ്ടാ? സുറ എന്ന് പറയുന്നത്, കാർഷിക വൃത്തി എന്ന് പറയുന്നത് ഈ ഇബാദത്തിന്റെ കൺസെപ്റ്റിൽ വരുന്നതാണ്. ഇത് അറിയാത്ത മുജാഹിദുകൾ ഉണ്ടാവില്ല. അപ്പൊ ഇബാദത്ത് എന്ന് പറയുന്നത് ഒരു ഹോളിസ്റ്റിക് അപ്രോച്ചാണ്.
ഖുർആൻ അതിനെ ഹോളിസ്റ്റിക് അപ്രോച്ച് ആയിട്ട് തന്നെ ഒരു സമഗ്രതാ സിദ്ധാന്തത്തിന്റെ ഭാഗമായിട്ട് അവതരിപ്പിച്ച. പിന്നെ നമ്മൾ അതിന്റെ ജുസ്ഇലേക്ക് ഇങ്ങനെ പോകും, നിസ്കാരത്തിലേക്ക്, നോമ്പിലേക്ക്, ദുആയിലേക്ക്. കച്ചവടം ഇബാദത്താണ്. അതുകൊണ്ട് ആ സത്യസന്ധനായ കച്ചവടക്കാരനെ അറസ്റ്റിന്റെ തണൽ കൊടുക്കാന്ന് പറഞ്ഞു. അല്ല വെറുതെ കിട്ടുന്ന സാധനമല്ലത്. അപ്പോ അതൊരു ഹോളിസ്റ്റിക്കാണ്. അങ്ങനെ ഹോളിസ്റ്റിക് ആയിട്ട് ആദ്യം പറഞ്ഞ് പിന്നെ ജുസ്ഇലേക്ക് വരുന്നത് ബുദ്ധിമണ്ഡലത്തിൽ നടക്കുന്ന ഒരു പഠന പ്രക്രിയയാണ്. അത് ഖുർആൻ അംഗീകരിക്കുന്നുണ്ട്. ഇനി ഞാൻ അവസാനത്തിലേക്ക് വരികയാണ് കേട്ടോ. കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ട് ഒന്ന് നിരീക്ഷണവും അനുകരണവും. പഠനം നടക്കുന്ന വേറൊരു രീതിയാണ് നിരീക്ഷണവും അനുകരണവും. നിരീക്ഷണവും അനുകരണവും നല്ല ഒരു ബെസ്റ്റ് ഉദാഹരണം പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ഹാബീല് മറ്റോനെ സൈസാക്കി. ആരെ? ഹാബീൽ എന്ന് പറയുന്ന അന്ത്രോനെ സൈസാക്കി. പരിശുദ്ധ ഖുർആൻ ഈ കഥ പറഞ്ഞിട്ടുണ്ട്. ആദമിന്റെ മക്കളാണ് രണ്ടുപേരും. ഇത് ഖറബാ ഖുർബാനൻ ഫതഖബ്ബല മിൻ അഹദിഹിം. ഒരാളിൽ നിന്ന് അല്ലാഹു തആല അവരുടെ ഖുർബാന സ്വീകരിച്ചു. മറ്റേ ആൾക്ക് പകയായി വിദ്വേഷമായി അനിയനെ ശരിയാക്കി. എന്താ ചെയ്യേണ്ടിയേ അറിയില്ല. ആളിവിടെ വടിയായി കിടക്കാൻ. ഈ ചങ്ങാതിനെ എന്ത് ചെയ്യണമെന്നറിയില്ല. അപ്പൊ എന്ത് ചെയ്യണം? മയ്യത്തായി കിടക്കണം. സ്വന്തം അന്ത്രോനാണ്, മയ്യത്തായി കിടക്കാൻ. എന്ത് ചെയ്യണമെന്നറിയാതെ അന്തം വിട്ട് അന്താളിച്ച് നിൽക്കുമ്പോഴാണ് അള്ളാഹു ഒരു കാക്കയെ അയച്ചു. കാക്കയെ അയച്ചപ്പോ പിന്നെ സംഭവിച്ചത് എന്താ? ഈ പറയുന്ന കാബീൽ എന്ന് പറയുന്ന കൊലയാളിണ്ടല്ലോ, ഓൻ അവിടെ ഒബ്സർവേഷൻ നടത്തുകയാണ്, പിന്നെ പ്രിസർവേഷൻ നടത്തുകയാണ്, പിന്നെ റീകൺസ്ട്രക്റ്റീവ് ചെയ്യുകയാണ്. ആദ്യം അവൻ ഇങ്ങനെ നിരീക്ഷിക്കുക കാക്ക എന്താ ചെയ്യണെന്ന്. അപ്പൊ കാക്കണ്ട് വേറൊരു ചത്ത കാക്കനെ മണ്ണൊക്കെ മാന്തി അതിനകത്ത് ഇത് മറ്റോ കാണുക മാത്രമല്ല ഒരു ഒബ്സർവേഷൻ നടക്കുന്നുണ്ട്. ആ ഒബ്സർവേഷന്റെ കൂടെ ഇത് പ്രിസർവേഷനായി അയാളുടെ മൈൻഡിൽ അയാൾ ഫീഡ് ചെയ്ത് വെക്കുകയാണ്. ഇങ്ങനെയാണ് ചെയ്യേണ്ടി എന്നുള്ളത്. കാക്കയൊക്കെ പോയതിന് ശേഷം ഇവൻ ഈ മരിച്ചു കിടക്കുന്ന ഹാബീലുണ്ടല്ലോ, ഹാബീലിനെ കാക്ക ചെയ്ത പോലെ ചെയ്യാണ്. നിരീക്ഷണം, പ്രത്യക്ഷണം, അതുപോലെ തന്നെ ഈ പിന്നെ റീകൺസ്ട്രക്ഷൻ, രണ്ടാമത് അതുപോലെ എന്ത് ചെയ്യുന്നു, അതിൻ്റെ പ്രൊഡക്ഷൻ, മൂന്നും നടക്കുകയാണ്. ഇതൊരു പഠന സിദ്ധാന്തമായി പക്ഷേ നമുക്ക് ബോധ്യപ്പെട്ടുള്ള സംശയമാണ്. കോഗ്നിറ്റീവ്സ് ഒക്കെ നമ്മൾ എം.എഡിനും ബി.എഡിനും പഠിക്കും. പക്ഷെ വളരെ സുന്ദരമായി 6 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അല്ലാഹു തആല പറഞ്ഞിരുന്നത് നമ്മളങ്ങനെ നോക്കിയില്ല എന്ന് മാത്രം. കാലം വ്യാഖ്യാനിക്കട്ടെ, സന്ദർഭങ്ങളും സമസ്യകളും പരിശുദ്ധ ഖുർആനിന്റെ ആയത്തുകളെ വ്യാഖ്യാനിക്കട്ടെ. അപ്പൊ ഇനിയും ഇൽമു വരും. ഞാൻ അവസാനത്തേക്ക് പോവാണ്. അവസാനം എന്ന് പറയുന്നത് ഈ പറയുന്ന നിർവ്വാണവാദം. അറിവിനെ നിർമ്മിക്കപ്പെടുകയാണ്, കോരിച്ചൊരിഞ്ഞു കൊടുക്കുകയല്ല. പിന്നെന്താണ്? സാമൂഹ്യ സാഹചര്യങ്ങളിലൂടെയും പരിസ്ഥിതികളോടും ഇടപെട്ടുകൊണ്ട് കുട്ടികൾ അറിവിനെ നിർമ്മിക്കുകയാണ് എന്ന് പറയുന്ന 1960-കൾക്ക് ശേഷം വന്നിട്ടുള്ള ഒരു വാദമുണ്ട്. അതിൽ പെഡഗോഗി ഓഫ് ഓപ്പറേഷൻ്റെ ആൾക്കാരൊക്കെ ഉണ്ട്. ഞാൻ അതിൽ അങ്ങോട്ടൊന്നും പോകുന്നില്ല. പീഡിതരുടെ ബോധനമൊക്കെ ഉണ്ട്. ഞാൻ അങ്ങോട്ടൊന്നും പോകുന്നില്ല, നമുക്ക് സമയമില്ലാത്തതുകൊണ്ട്. ഈ കാഴ്ചപ്പാട് പരിശുദ്ധ ഖുർആൻ അംഗീകരിക്കുന്നുണ്ടോ? അറിവ് നിർമ്മിക്കപ്പെടുന്നുണ്ടോ? അറിവ് നിർമ്മിക്കപ്പെടുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് അറിവ് നിർമ്മിക്കപ്പെടാൻ 2 മാർഗം പറയുന്നുണ്ട്. അതൊന്നെന്താ പറയുക? കോപ്പറേറ്റീവ് ലേണിങ്ങും കൊളാബറേറ്റീവ് ലേണിംഗ്. കോപ്പറേറ്റീവ് ലേണിംഗ് എന്ന് പറഞ്ഞാൽ ഒരാളുടെ കൂടെ നടന്നിട്ട് അയാളുമായിട്ട് നിരന്തരം ഇടപഴകിക്കൊണ്ട് പരിസ്ഥിതിയുമായി ഇടപഴകിക്കൊണ്ട് നമുക്ക് കിട്ടുന്നത്. അതല്ലേ സൂറത്തുൽ കഹ്ഫിൽ ഹിളിർ നബി മൂസാ നബി ചരിത്രം പറഞ്ഞിട്ട്. ഈ സാധനം നമ്മുടെ കയ്യിലുണ്ട്. എന്നിട്ട് ബി.എഡിന്റെ ക്ലാസ്സിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ, എം.എഡിന്റെ ക്ലാസ്സിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ കോപ്പറേറ്റീവ് ലേണിംഗ് എന്നൊക്കെ പറയുമ്പോൾ, കൊളാബറേറ്റീവ് ലേണിംഗ് എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ എന്തോ മഹാസംഭവമായിരിക്കും. ഈ സംഭവമല്ലേ സുഹൃത്തുക്കളെ ഹിളിറിന്റെ കൂടെ മഹാനായ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം നടന്നിട്ട് പഠിക്കണത്? രണ്ടാളും കോപ്പറേറ്റ്. അവിടെ ചോദിക്കുന്ന ചോദ്യം തന്നെ എങ്ങനെയാണ്? ഞാൻ നിങ്ങളുടെ കൂടെ പോരട്ടെ? ഹൽ അത്തബിഉക അലാ അൻ തുഅല്ലിമനി ബിമാ അല്ലംത റുഷ്ദ. അവിടെ ചോദിക്കണേന്നതാ, ഞാൻ നിങ്ങളെ കൂടെ പഠിക്കാൻ പോരട്ടേന്നാ. ഞാൻ എൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. കപ്പൽ അദ്ദേഹം കുട്ടീനെ ശരിയാക്കിയതൊന്നും ഞാൻ പറഞ്ഞു തരുന്നില്ല. അവിടെ ഒരു കോപ്പറേറ്റീവ് ലേണിംഗ് നമുക്ക് കണ്ടു. കൊളാബറേറ്റീവ് ലേണിംഗ് ആണ് മൂന്നാമത്തെ. അറിവിനെ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് അറിവ് സൃഷ്ടിക്കപ്പെടുന്നു എന്നാണല്ലോ പറയുന്നത്. പരിസ്ഥിതിയുമായി ഇടപഴകിക്കൊണ്ടും അതുപോലെ തന്നെ സാഹചര്യങ്ങളുമായും ഇടപഴകിക്കൊണ്ട് അറിവിനെ സൃഷ്ടിക്കുന്നു. അങ്ങനെ സൃഷ്ടിക്കുന്നതിൽ ഡിസ്കഷന് വലിയ പങ്കുണ്ട്. ഈ ഡിസ്കഷൻ റസൂലുള്ളാഹിന്റെ അധ്യാപനങ്ങളിൽ എത്ര കാണാൻ പറ്റും? ഒരിക്കലേ ബാങ്ക് വരുന്നതിന് മുമ്പ് ബാങ്കിന്റെ ഒരു സീക ഉണ്ടല്ലോ, അല്ലാഹു അക്ബർ തുടങ്ങിയിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് അവസാനിക്കണേ. ബാങ്ക് അറിയില്ലേ? ബാങ്ക് ഇഖാമത്ത്. അത് ബാങ്ക് എങ്ങനെ വന്നാറ് നിങ്ങള്? സഹാബികളോട് റസൂലുള്ളാഹി ചോദിച്ചു, നിസ്കരിക്കാൻ അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്, പക്ഷെ അതിന്റെ സമയം കുറിക്കുക എങ്ങനെയാണ്? ഗഹനമായ ചർച്ച നടക്കുന്നു. ആദ്യം ഒരു സഹാബി എണീറ്റ് പറഞ്ഞു, നമുക്കൊരു കൊടി ഉയർത്താം റസൂലേ. ഉയരം കൂടിയ ഒരു സ്ഥലത്ത് നമുക്ക് വലിയ ഒരു കൊടി ഉയർത്താം.
അങ്ങനെ ഉയരം കൂടിയ ഒരു കൊടി ഉയർത്താൻ കൊടിമേൽ കുട്ടി ഭയങ്കര ചർച്ചയായി. അന്നെങ്ങാനും കൊടി ഉയർത്തിന് എന്ന് നമുക്കിപ്പോൾ കൊടിയില്ലല്ലോ, മുജാഹിദ് അല്ല. അപ്പൊ കൊടി ഉയർത്താം എന്ന് പറഞ്ഞിട്ട് അതിലാണ് മറ്റ് സാബികൾ പറഞ്ഞു, റസൂൽ ഇത് ശരിയാവില്ല, കാരണം ബോധം കെട്ട് കിടക്കണോനും ഉറങ്ങണോനും എങ്ങനെയാണ് ഈ കൊടി പാറുന്നത് കാണുക? ലുഹുറിക്ക് ഒരു കൊടി പാറുന്നു, സുബഹിക്ക് വേറൊരു കൊടി പാറുന്നു, മഗ്രിബിക്ക് ഇത് നറ്റൂല എന്ന് പറഞ്ഞു. ഞാനൊരു ഐഡിയ പറയട്ടെ. പറഞ്ഞോളൂ. നോക്കി നിങ്ങള്, എല്ലാവർക്കും കുട്ടിയേക്ക് തോന്നാണ് എൻ്റെ അഭിപ്രായത്തിന് വാല്യൂ ഉണ്ട് എന്ന്. റസൂൽ പറയും നിങ്ങൾ പറഞ്ഞോളി. നമ്മളപ്പത്തെ മാസന്മാരോട് പറയാൻ പറ്റുമോ എനിക്കറിയാം, ഉണ്ടായിരിക്കണം അവിടെ. എൻ്റെ ഒരു ഐഡിയ അല്ലേ? ഓലൊക്കെ ശരിക്കും അള്ളാന്റെ കിതാബാ പഠിപ്പിക്കണ്ടേ, എമ്മഡിനും ബിഎഡിനും അല്ല പറഞ്ഞേക്കണ്ടേ. റസൂൽ പറഞ്ഞു നിങ്ങൾ പറ. അയാൾ പറഞ്ഞു നമുക്ക് തീ കത്തിക്കാം, ഓരോ നിസ്കാരത്തിന്റെ സമയമാകുമ്പോഴും നമുക്ക് തീ കത്തിക്കാം, ബാങ്ക് വരുന്നുള്ളൂ കേട്ടോ. അപ്പൊ പറഞ്ഞു ഒന്ന് തീ കൊണ്ടുള്ള കളിയാണ് ഇത്, ഇവിടെ കത്തിച്ചാൽ നിസ്കാരമല്ല, ചിലപ്പോൾ എന്താ സംഭവിക്കാന്നറിയില്ല. ഒരു കൂട്ടർ അഭിപ്രായപ്പെട്ടു, ചർച്ച നടക്കുക, തീരുമാനമായില്ല. കൂട്ടത്തിൽ അർത്ഥവത്തായ ഒരു ചർച്ച വന്നു. അള്ളാന്റെ റസൂലെ, തീനെ ആരാധിക്കുന്ന ഒരു വിഭാഗം മജൂസികൾ ഇവിടെ കണ്ട്, അത് അവരോട് ഐക്യപ്പെടലായാലോ? നോക്കിങ്ങള്, ശിർക്കിനെ എത്ര ഗൗരവത്തോടു കൂടിയാ അവർ കണ്ടത്. എൻ്റെ സബ്ജക്റ്റ് അല്ലാത്തതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഞാൻ അതിലാണ്ട് പോയിരുന്നു. സബ്ജക്റ്റ് അല്ല, നമുക്കിത് പറയാം, സൈക്കോളജി പറയാം. തീ കത്തിക്കാം. അപ്പൊ പറഞ്ഞു മജൂസികളുടെ ആരാധനയല്ലേ. വീണ്ടും ചർച്ച. അങ്ങനെ പിന്നെ വേറെ അഭിപ്രായം വരുന്നുണ്ട്, ഞാൻ ദീർഘമായി പോകുന്നില്ല. ഇങ്ങനെ 3-4 അഭിപ്രായങ്ങൾ പറഞ്ഞ് അവസാനമാണ് ബാങ്കിലേക്ക് എത്തുന്നത്. ബാങ്കും അദാൻ എന്ന് പറയുന്ന കൺസെപ്റ്റിലേക്ക് അവസാനമാണ് എത്തുന്നത്. ഇവിടെ നടന്നത് എന്താണ്? ഇവിടെ നടന്നത് ഡിസ്കഷൻ മെത്തേഡ്, അഥവാ നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുള്ള ഈ സഹവർത്തിത പഠനത്തിലേക്കാണ് എത്തിയിട്ടുള്ളത്. സ്ലൈഡുകൾ മാറ്റിക്കോളിട്ടോ. അടുത്തത് ഇനിയും ഇതുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ കൂടി ഉണ്ട്, ഞാൻ അവസാനിപ്പിക്കുകയാണ്. അവസാനത്തെ താർക്കിക ബോധനമാണ്. താർക്കിക ബോധനം വളരെ കൃത്യമായി പറഞ്ഞിട്ട് തർക്കിച്ചുകൊണ്ട് അറിവിനെ സൃഷ്ടിക്കപ്പെടുന്നു എന്നതാണ്. ജാഹിലിയ കാലത്ത് ഒരു ദുഷിച്ച ആചാരം ഉണ്ടായിരുന്നു, ലിഹാർ എന്നാ പറയാം. പെണ്ണുങ്ങളോട് ദേഷ്യം പിടിച്ചാൽ ഓളോട് പറയും അൻതിക ലഹരി ഉമ്മി, ഇജ് എൻ്റെ ഉമ്മാൻ്റെ മാതിരിയാണ്, നീ എൻ്റെ ഉമ്മാൻ്റെ മാതിരിയാണ്. ഉമ്മാൻ്റെ മാതിരിയാണെന്ന് പറഞ്ഞാൽ ഉമ്മയായിട്ട് പിന്നെ ഒരു ഇടപാട് നടക്കില്ലല്ലോ. ഉമ്മയായിട്ടുള്ള ബന്ധവും പെണ്ണുങ്ങളായിട്ടുള്ള ബന്ധവും ഞാൻ ഇവിടുന്ന് പറയണ്ടല്ലോ, നിങ്ങൾക്കറിയില്ലേ? ഇത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ കുട്ടി കുടുങ്ങി, ആ പെൺകുട്ടി കുടുങ്ങി, അതിലുണ്ടായ കുട്ടികളും കുടുങ്ങി. ഇങ്ങനെ ഹൗല ബിൻത് സലബത്ത് എന്ന് പറയുന്ന പെണ്ണിനോട് 36 മാപ്പിള വന്നിട്ട് പറഞ്ഞു അൻതിക ലഹരി ഉമ്മി എന്ന് പറഞ്ഞു. ജാഹിലിയ കാലഘട്ടത്തിലുള്ള ഒരു സമ്പ്രദായ, ദുഷിച്ച സമ്പ്രദായമാണത്. അതോടുകൂടി പിന്നെ ആ പെണ്ണ് വയന്ന്, പിന്നെ ചെല്ലില്ല, ചെലവില്ല, ഒരു പെണ്ണിന് കിട്ടേണ്ട അവകാശങ്ങളില്ല, ഒന്നുമില്ല, ആകെ സ്വീപ്പായി. അള്ളാഹുവിന്റെ റസൂലിന്റെ അടുക്കലേക്ക് ഈ പെണ്ണ് വന്നിട്ട് ഈ സംഭവം പറയുന്നുണ്ട്, അള്ളാഹിന്റെ റസൂലേ, ജാഹിലിയ കാലഘട്ടത്തിലുള്ള ലിഹാറുമായി ബന്ധപ്പെട്ട ഒരു സംഗതിയില്ല. അതുമായി ബന്ധപ്പെട്ട് സൂറത്തുൽ മുജാദലയിലെ ആയത്ത് തന്നെ നോക്കി നിങ്ങൾ, തർക്കിച്ചു എന്നാ. മനസ്സിലായ? സൂറത്തുൽ മുജാദല, അതിന്റെ പേരിന് താർക്കിക ബോധനം നടക്കുകയാണ്. അവിടെ അറിവ് സൃഷ്ടിക്കപ്പെടുകയാണ്, അതുവരെ ഇല്ലാത്തൊരു അറിവ് സൃഷ്ടിക്കപ്പെടുകയാണ്. ലിഹാർ എന്ന് പറയുന്ന ദുഷിച്ച ആചാരത്തിനെതിരെ പിന്നീട് അള്ളാഹുവിന്റെ റസൂലിന്റെ വഹി മുഖാന്തരം പുതിയൊരു അറിവ് ഇറങ്ങാൻ, താർക്കിക ബോധനത്തിലൂടെ ഒരു അറിവിനെ അവിടെ സൃഷ്ടിക്കപ്പെടുന്നുണ്ട്. അത് നിങ്ങൾ സൂറത്തുൽ മുജാദലയുടെ ആദ്യ ഭാഗം ഓതി, ഖദ് സമിഅല്ലാഹു ഖൗലല്ലതി തുജാദിലുക ഫീ സൗജിഹ എന്ന് പറഞ്ഞിട്ട് തുടങ്ങുന്ന അതിന്റെ പരിഹാരമൊക്കെ പിന്നെ പറയുന്നുണ്ട്. അതാണ് ആ ഇൽമ്, അവിടെ സൃഷ്ടിക്കപ്പെടുന്ന ഇൽമ്. അപ്പൊ ഇൽമ് സൃഷ്ടിക്കപ്പെടുന്നത് താർക്കിക ബോധനത്തിലൂടെയാണ് എന്ന് പറയുന്ന ആധുനിക സൈക്കോളജിന്റെ ഈ കണ്ടെത്തൽ, 964 ശേഷമുള്ള ഈ കണ്ടെത്തലുകൾ വൈഗോഡ്സ്കിയൊക്കെ അതിനകത്ത് വരുന്നുണ്ട് കേട്ടോ. ഞാൻ നോം ചോസ്കിയൊക്കെ ഉണ്ട്, നോം ചോസ്കി ഭാഷയുമായി ബന്ധപ്പെട്ട, ഞാൻ അങ്ങോട്ടൊന്നും പോകുന്നില്ല. അങ്ങോട്ടൊക്കെ പോയാൽ ഇത് പാതിരാവേ, ഇതിപ്പോൾ നമുക്ക് നിർത്താൻ അതിൻ്റെ ശേഷം ഒരാൾ ഇനിയും വരാണ്ട്. അപ്പോൾ ഇതാണ് അവസ്ഥ. ഇത് ഖുർആൻ എന്നോ പറഞ്ഞു വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഞാൻ അവസാനിപ്പിക്കാൻ, ഈ ലൈംഗിക വിദ്യാഭ്യാസം, കായിക വിദ്യാഭ്യാസം, PT നല്ല രസാ കുട്ടികൾക്ക്. PT ഖുർആൻ നോക്കിയാൽ നമുക്ക് PT കാണാൻ പറ്റുമോ? പറ്റുവേ. അഇദ്ദുലഹും മസ്തതഅതും മിൻ ഖുവ്വ, ശത്രുക്കൾക്ക് നേരെയുള്ള പടയണിക്ക് വേണ്ടി ശാരീരിക സായുധ സന്നാഹരായി നിങ്ങൾ നിൽക്കൂ. ഈ ഹദീജും റാഫിയും 2 കുട്ടികളായിരുന്നുവേ. അവർ ബദറിലേക്ക് പോകുമ്പോഴാണ് തോന്നുന്നത് നബിന്റെ അടുക്കൽ വന്നിട്ട് ഇനിയും കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. റസൂലുള്ളാഹി പറഞ്ഞു സൈനികർക്ക് ഉയരം കണക്കാക്കിയിട്ടുണ്ട്, ശരീരത്തിനെ പുഷ്ടി, ബലം, ഉയരം ഒക്കെ നോക്കും. ഇന്ന് ആർമിക്ക് എടുക്കുമ്പോൾ നോക്കുന്ന, റിക്രൂട്ട്മെന്റിൽ നോക്കുന്ന അതേ ക്രൈറ്റീരിയ അന്നുണ്ട്. അപ്പൊ ഈ റാഫി ഇങ്ങനെ ഉയർന്ന് ഇങ്ങനെ കാലുകൊണ്ട് ഇങ്ങനെ ചവിട്ടിയിട്ട് ഇങ്ങനെ നിന്നു, ഉയരം കാണിക്കാൻ വേണ്ടിയേ. നമ്മൾ വിളിച്ചാൽ പായും. അത് ബദറിനല്ല, സമ്മേളനത്തിന് വിളിച്ചാൽ. നോക്കിങ്ങള്, ഈ പാൻ്റെ ചോട്ടിൽ ഇന്ന് വയലേക്കാൻ വിളിച്ചാണ് നമ്മൾ പോയത്, ബദറിന് വിളിച്ചാലല്ല. അന്ന് ബദർക്ക് പോകാൻ വേണ്ടിയിട്ട് റാഫി ഇങ്ങനെ ഏന്തി നിൽക്കുക. അപ്പൊ അവന് ഫിസിക്കലായിട്ട് ഫിറ്റാണെന്ന് കാണിക്കുകയാണ്.
മറ്റേ ആള് വന്നിട്ട് പറയാണ്, ആര്? ഖദീജ, റാഫിയും നമ്മുടെ വേറൊരു കുട്ടിയുണ്ട്. ഓൻ വന്നിട്ട് പറഞ്ഞു, റസൂലേ ഞാൻ ഉയരൊന്നുമില്ല, ഓൻ്റെ അത്ര ഉയരുന്നില്ല, പക്ഷേ ഉണ്ടല്ലോ ഞങ്ങൾ രണ്ടാളും നിങ്ങൾ ഗുസ്തി പിടിപ്പിച്ചു നോക്കി, ഞാൻ മറ്റോനെ മലത്തടിക്കുന്നു. ആഹാ അങ്ങനെ ഉണ്ടോ? റസൂലുള്ളാഹി പറഞ്ഞു, അങ്ങോട്ട് വരി, നടക്കട്ടെ ഗുസ്തി പറഞ്ഞു. ഗുസ്തി നടന്നു. പറഞ്ഞ മാതിരി തന്നെ റാഫീനെ മറ്റോ മലത്തി അടിച്ചു. അപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, ഉയരം കൊണ്ട് ഇജും പോന്നിക്കോ, ഗുസ്തി കൊണ്ട് ഇജും പോന്നിക്കോ. രണ്ടാളെയും കൊണ്ടുപോയി. അപ്പോൾ ഫിസിക്കൽ എഡ്യൂക്കേഷൻ PT എന്ന് പറയുന്നത് ഒരു ഖുർആനിക കൺസെപ്റ്റ് ആണ്. വിദ്യാഭ്യാസത്തിൽ ഖുർആനിക കൺസെപ്റ്റ് ആണ്. ഇനി ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ പറയണില്ല. നിങ്ങൾ ആലോചിച്ച്, ബോഡി ഫിറ്റ്നസ് നിലനിർത്താൻ വേണ്ടിയിട്ടാണ് അല്ലാഹു തആല ഈ ഹള്ള് ഹറാമാക്കിയത്. നമുക്ക് ഈ ഒരു പെർസ്പെക്റ്റീവിൽ നിന്നുകൊണ്ട് പറയാം കേട്ടോ. എപ്പോഴും അങ്ങനെ വ്യാഖ്യാനിക്കരുത്. ഞാൻ ഇതാ പറയണം, അപ്പോൾ ഞാൻ ഇങ്ങനെ പറയുള്ളൂ. കള്ളറാമയ്ക്ക് എന്താ ഫിസിക്കൽ ഫിറ്റ്നസ് പോകും? ഫിസിക്കൽ എഡ്യൂക്കേഷൻ പറയുമ്പോൾ ഞാൻ അങ്ങനെ പറയാം. അതല്ലാത്ത സമയത്ത് നമുക്ക് വേറെ പറയാം. ഖുർആനിൻ്റെ ആയത്തുകൾ സന്ദർഭവും കാലവും ആണല്ലോ അതിനെ വ്യാഖ്യാനിക്കേണ്ടത്. പന്നിമാംസം തിന്നുന്നത് ഹറാമാക്കിയത്, ശവം തിന്നുന്നത് ഹറാമാക്കിയത്, ശാരീരിക ശിക്ഷണവുമായി ബന്ധപ്പെട്ട് ഏറ്റവും അവസാനമായിട്ട് ഞാൻ പറയട്ടെ, ഇന്നല്ലാഹ യുഹിബ്ബുൽ തവ്വാബീന യുഹിബ്ബുൽ മുത്തതഹിരീൻ. ശുദ്ധി ഫിറ്റ്നസിനാണ്. 5 നേരം ഒതുണ്ടാക്കുന്നുണ്ട്, ഫിറ്റ്നസിനാണ്. അപ്പോൾ PT എന്ന് പറയുന്നത് എന്താണ്? ഒരു ഖുർആനിക കൺസെപ്റ്റായിട്ട് വരുന്ന, എഡ്യൂക്കേഷനിൽ ഖുർആനിൻ്റെ കൺസെപ്റ്റായിട്ട് വരുന്ന ഒന്ന് തന്നെയാണ് എന്നാണ് പറയുന്നത്. അത് പോട്ടെ, ഇനി അടുത്തത് ഇട്ടോളി. അടുത്തത് നമ്മൾ പറയുന്നത് ലൈംഗിക വിദ്യാഭ്യാസമാണ്. ലൈംഗിക വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ ലിംഗം വേർതിരിച്ചുകൊണ്ടുള്ള വിദ്യാഭ്യാസം. ആണും പെണ്ണും ഒരുപോലെയല്ല. അപ്പോൾ ആണിന് ആണ്ടേതായിട്ടുള്ള ചിലത് കൊടുക്കണം. റിഷാദ് സാർ പറഞ്ഞിട്ടുള്ള കവാമത്തൊക്കെ അതിനകത്താണ് വരുന്നത്. കവാമത്ത് പെണ്ണിനോടില്ല കേട്ടോ. കവാമത്തല്ലേ അരിജാലു കവാമൂന ആരാ പറഞ്ഞേ? ഓസി നിങ്ങൾ വിശദീകരിച്ചല്ലോ പറഞ്ഞു. അരിജാലു കവാമൂന ആരോ എന്ന് ഇവിടെ പറഞ്ഞു. അതോ നീ ഹുമയൂൺ കബീർ ഫാറൂഖി പറഞ്ഞപ്പോഴാണോ തോന്നുന്നത്? ആരോ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഏതായിരുന്നാലും കവാമത്ത് ആണുങ്ങൾക്കുള്ളതാണ്, പെണ്ണുങ്ങൾക്കില്ല. കവാമത്ത് എന്ന് പറഞ്ഞാൽ എന്താ? പൊരയിലെ ചെലവ് കൊടുക്കല്. അവിടെ ലിംഗം തിരിച്ച് അധ്യാപനം നടത്തുന്നുണ്ട് ഖുർആന്. ഔറത്ത് പെണ്ണുങ്ങൾക്ക് വേറൊന്നും ആണുങ്ങൾക്ക് വേറൊന്നും. സൂറത്തു നൂറിൽ പെണ്ണുങ്ങളോട് പറഞ്ഞ എന്താണ്? യഗ്ദൂന മിൻ അബ്സാരിഹിന്ന വലാ യുബ്ദീന സീനതഹുന്ന ഇല്ലാ മാ ളഹറ മിന്ന. പിന്നെന്താണ്? എങ്ങനെയാണ് ആയത്ത്? ജലാബീബിഹിന്ന എന്നൊക്കെ പറയുന്ന ഒരു ഭാഗമല്ലേ? ജിൽബാബുകളെ മാറിടത്തിലൂടെ താത്തിയിടട്ടെ എന്നൊക്കെ പറയുന്നത്. അത് അവിടെ ലിംഗം തിരിച്ചുകൊണ്ടാണ് എഡ്യൂക്കേഷൻ കൊടുക്കുന്നത്. പെണ്ണിനോട് പറഞ്ഞ ആ സംഗതി നമുക്കില്ല. നമ്മളോട് ഇങ്ങനെ മാറിടത്തിലൂടെ തൂക്കിയിടാനൊന്നും പറഞ്ഞിട്ടില്ല. പറഞ്ഞോ? ഇല്ല. സെക്സ് എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ 2 അർത്ഥത്തിലുണ്ട്. ഒന്ന്, ആണും പെണ്ണും വേർതിരിച്ചുള്ള എഡ്യൂക്കേഷൻ. കാരണം എന്താണ്? ലൈസൽ ദക്കറുകൽ ഉൻസാ, ആണും പെണ്ണും ഒരുപോലെയല്ല ഖുർആൻ പറഞ്ഞതാണ്. ഇന്ന സായക്കും ലശത്താ, ആണിൻ്റെയും പെണ്ണിൻ്റെയും ദൗത്യവും ധർമ്മവും 2ആണ്. അതുകൊണ്ട് 2ആയിട്ട് തന്നെ പറയണം. സ്ത്രീക്ക് സ്ത്രൈണഭാവമാണുള്ളത്. ആ സ്ത്രൈണഭാവത്തിനെ ഉൾക്കൊള്ളുന്ന അധ്യാപനങ്ങൾ സ്ത്രീക്ക് കൊടുക്കണം. പുരുഷന് പൗരുഷഭാവമാണുള്ളത്. അപ്പോൾ പുരുഷന് പൗരുഷവുമായി ബന്ധപ്പെട്ട ചില ഉത്തരവാദിത്തങ്ങൾ കൊടുക്കണം. അതുകൊണ്ട് തന്നെ സ്ത്രീൻ്റെ ഔറത്തും പുരുഷൻ്റെ ഔറത്തും വ്യത്യാസമുണ്ട്. സ്ത്രീക്ക് ഉത്തരവാദിത്തമല്ല, പൊരയിലുള്ള ഉത്തരവാദിത്തമുള്ളൂ. മറ്റ് സാമ്പത്തിക ഉത്തരവാദിത്തം മുഴുവൻ ആണിനാ വരുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങൾ. ഇനി സെക്സ് എഡ്യൂക്കേഷൻ്റെ ഭാഗമായിട്ട് വരുന്ന വേറൊരു ഭാഗമാണ് എന്ത്? നഗ്നതയും ഇതൊക്കെ പറയും ആർത്തവ സംബന്ധിയായ നിർദ്ദേശങ്ങൾ. അത് ആണിനില്ല, പെണ്ണിനേ ഉള്ളൂ. ആ സമയത്ത് എന്താ ശ്രദ്ധിക്കേണ്ടത്, ആ കാലത്ത് നോമ്പ് എങ്ങനെ കൈകാര്യം ചെയ്യേണ്ടത്, ആ സമയത്ത് നിസ്കാരം മടക്കേണ്ടതില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള നിർദ്ദേശങ്ങൾ ആർക്കാണ് വരുന്നത്? അത് ആണിനും പെണ്ണിനും ഒരുപോലെയുള്ളൊരു നിർദ്ദേശമുണ്ട്. ഹൈദു നിഫാസുള്ള സമയത്ത് 2 പേരും ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടരുത് എന്ന് പറയുന്ന നിർദ്ദേശം 2 ലിംഗത്തിനും വേണ്ടി ഒരുമിച്ച് കൊടുക്കുന്നതാണ്. ഓക്കെ, അവസാനത്തെ സ്ലൈഡാണ്. ഇതാണ് ഇതിൻ്റെ തിയറിറ്റിക്കൽ പാർട്ട് എന്ന് പറയുന്നത്. ഇനി ഇത് അപ്ലൈ ചെയ്യാൻ വേണ്ടി അള്ളാഹിൻ്റെ റസൂൽ ഉപയോഗിച്ച കുറേ തന്ത്രങ്ങളുണ്ട്. ഗുളികക്ക് നല്ല കയ്പാ. പനിച്ചു വറക്കണ കുട്ടി എന്തെന്നാലും ഗുളിക ഒന്നുമില്ല. അവസാനം ഗുളിക കൊടുക്കാൻ വേണ്ടിയിട്ട്, ഗുളിക ഇവൻ്റെ അകത്തേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് അമ്മ ഒരു പൊടികൈ പ്രയോഗിച്ചു. ഒരു പഴം എടുത്തുകൊണ്ട് വന്നു. പഴത്തിന് ചെറിയ ഒരു തുള ഇട്ടിട്ട് ഗുളിക അതിൽ വെച്ചു. ഗുളിക അതിൽ വെച്ചിട്ട് പഴത്തോടൊക്കെ കൊടുത്തപ്പോൾ കുട്ടി സുഖമായി ഗുളിക കഴിച്ചു. ഇങ്ങനെ ഇതിനെയാണ് നമ്മൾ തന്ത്രം എന്ന് പറയുന്നത്. ഗുളിക അകത്താക്കാൻ വേണ്ടി അമ്മ ചെയ്ത തന്ത്രമാണ് പാലിൽ കലർത്തി അല്ലെങ്കിൽ തേനിൽ കലർത്തി അല്ലെങ്കിൽ പഴത്തിൽ കലർത്തി കൊടുത്തു എന്നത്. ഇതുപോലെ ഈ പറയുന്ന സിദ്ധാന്തങ്ങൾ അല്ലെങ്കിൽ ഈ പറയുന്ന നിർദ്ദേശങ്ങൾ, ഈ പറയുന്ന കുട്ടി പഠിച്ചെടുക്കുന്ന ഇത്തരം വിധങ്ങൾ അവരിലേക്ക് എത്താൻ വേണ്ടി റസൂലുള്ളാഹി ഉപയോഗിച്ച കുറേ മാർഗങ്ങളുണ്ട്. ഒറ്റയൊന്നും ഞാൻ വിശദീകരിക്കണില്ല. ഈ എറിഞ്ഞ എല്ലാത്തിനും ഹദീസുണ്ട്. തൽക്കാലങ്ങൾ അങ്ങനെ മനസ്സിലാക്കി. അത് എല്ലാത്തിനും ഹദീസുണ്ട്. സ്വകാര്യമായിട്ട് നിങ്ങൾ ബന്ധപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ആ കൈകാര്യം ചെയ്യില്ല. ഈ സമസ്തൻ്റെ റേഞ്ച് ഉസ്താദ്മാരുടെ ട്രെയിനിങ് ഉണ്ട്, അതിൽ അവർ എന്നെ വിളിക്കലുണ്ട്.
സമസ്തർക്ക് റേഞ്ച് മീറ്റിംഗ് ഉണ്ടാകലുണ്ട്. ഉസ്താദുമാർക്ക് മാത്രം മദ്രസൊക്കെ ഓഫ് കൊടുത്തിട്ട്. അപ്പോൾ അവിടെ നമ്മൾ ഈ വിഷയം പറയുന്നുണ്ട്. ഓൾക്ക് ഈ സബ്ജക്റ്റാണ് കിട്ടണ്ടേ, നമ്മളെ ഈ സബ്ജക്റ്റ് ഓൾക്ക് കിട്ടിയാൽ മതി. അതുപോലെ B.Ed കോളേജിലും ചില സ്ഥലത്തൊക്കെ ഞാൻ ഈ സംഗതി പ്രസൻറ്റ് ചെയ്യലുണ്ട്. അതുപോലെ ഒന്ന് കളികൾ നിങ്ങളുടെ മനസ്സിലേക്ക് ആദ്യം വരുന്നത് ഹസനും ഹുസൈനും റസൂലുള്ളാഹിന്റെ പുറത്ത് കയറി നിന്നാണ്ട് ഒട്ടകമായി കളിച്ച കളിയായിരിക്കും അല്ലേ? റസൂലുള്ള പറഞ്ഞു ലാ ഇബൂഹു സബുഅൻ, 7 വയസ്സ് വരെ കുട്ടികൾ കളിച്ചു പഠിക്കട്ടെ എന്ന്. എങ്ങനെയുണ്ട് നിങ്ങൾ ഒട്ടകം എന്ന് ചോദിക്കരുത് എന്നാ നബി. രണ്ടാളും കയറിയിട്ട് നബിയാണ് ഈ ഒട്ടകായി നിൽക്കണത്. അപ്പൊ 2 മിനിറ്റുള്ളൂ. സംഭാഷണം ഹദീസിലുണ്ട്, ഞാൻ പറയുന്നില്ല. സംഭാഷണം പരലോകത്തുനിന്ന് മനുഷ്യനോട് അല്ലാഹു തആല ചോദിക്കും, എൻ്റെ അടിമ സുഖമില്ലാതെ കിടന്നിരുന്നു, നീ എവിടെയായിരുന്നു? അപ്പോൾ മനുഷ്യൻ അങ്ങോട്ട് 2 സംഭാഷണം അവിടെ കാണാൻ പറ്റും. പടച്ചോനെ റബ്ബുൽ ആലമീനെ നീ സുഖമില്ലാതെ കിടക്കുകയാണ്. അപ്പോൾ അല്ലാഹു തആല ഇങ്ങോട്ട് സംഭാഷണം അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവും. എനിക്കറിയില്ല എന്നാലിന്ന സ്ഥലത്ത് എൻ്റെ അടിമ സുഖമില്ലാതായി കിടന്നത്, നീ അവനെ കണ്ടില്ലെങ്കിൽ ഇന്നൊക്കെ അവിടെ കാണായിരുന്നു എന്ന് പറയും. സംഭാഷണം. ചോദ്യോത്തര രീതി ഖുർആനിലും ഹദീസിലൊക്കെ ചോദ്യോത്തര രീതി കുറേ ഉപയോഗിച്ചിട്ടുണ്ട്. വേറൊന്ന് കഥ പറയൽ. കഥ ഇഷ്ടം പോലെ ഉണ്ട്. തവക്കുലിൻ്റെ പ്രാധാന്യം, നമ്മൾ ചെയ്ത അമലുകൾ അല്ലാഹു തആലയോട് മുൻനിർത്തി ചോദിച്ചാൽ ഉത്തരം കിട്ടുമെന്ന ആ സത്യവുമൊക്കെ വിശദീകരിക്കാൻ വേണ്ടി അള്ളാഹിൻ്റെ റസൂല് 3 ആളുകൾ ഗുഹയിൽ കുടുങ്ങിയ കഥയെ പറഞ്ഞു കൊടുത്ത്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ആ കഥ, ഞാൻ പറയുന്നില്ല. അപ്പോൾ കഥ പറയൽ, ഉപമാലങ്കാരങ്ങൾ അല്ലേ? തൗറാത്ത് ചുമക്കണോനെ പറ്റി അല്ലാഹു തആല എങ്ങനെ പറഞ്ഞത്? മസലുല്ലദീന ഹുമ്മിലു തൗറാത്ത, കൈതൻ്റെ പുറത്ത് തൗറാത്ത് വെച്ചു കൊടുത്താലും ഒരു കൊട്ട ചാണം വെച്ചു കൊടുത്താലും കൈതക്ക് 2 സമാൻ എന്ന മാതിരിയാണ് ഈ കൈതകൾ എന്നാ പറഞ്ഞത്. ജൂതന്മാരെ കുറിച്ചാണ് പറഞ്ഞത്. മനസ്സിലായില്ല? അപ്പോൾ ഉപമാലങ്കാരങ്ങൾ, പിന്നെ സാരോപദേശങ്ങൾ, പിന്നെ റസൂലുള്ളാഹിന്റെ പ്രഭാഷണങ്ങൾ. ഒരുപാട് മെസ്സേജ് അതിൽ കിട്ടും. റസൂലുള്ളാഹി നടത്തിയിട്ടുള്ള കുറേ പ്രഭാഷണങ്ങൾ, ഹജ്ജത്തുൽ വിദാഇന്റെ പ്രഭാഷണത്തിലൊക്കെ 1,00,000 ആളുകൾക്കാണ് ആ മെസ്സേജ് കൊടുത്തത്. പിന്നെ അറിയുന്നില്ല അറിയാത്തതിലേക്ക്, പരലോകത്തേക്ക് എങ്ങനെ മനുഷ്യന്മാർ ഉയർത്തെഴുന്നേറ്റ് വരിക എന്നുള്ളതിനെ കുറിച്ച് സംശയിക്കുന്ന ആൾക്കാരോട് പറഞ്ഞ് തരിശായി കിടക്കുന്ന ഭൂമിയിലേക്ക് മഴ പെയ്യുമ്പോൾ പച്ചപ്പുണ്ടാണ് നിങ്ങൾ കണ്ടില്ലേ? അവർ പറഞ്ഞു ഞങ്ങൾക്ക് അതറിയാന്ന്. അതറിയെങ്കിൽ ഇനി അറിയാത്തൊരു സാധനം ഉണ്ട്. എന്താ അറിയോ? അത് മിനൽ അജ്ദാസി ഇലാ റബ്ബിഹിം യൻസിലൂൻ, കുഴിമാടങ്ങളിൽ നിന്ന് നിങ്ങൾ അല്ലാഹുവിന്റെ അടുക്കലേക്ക് ആ കാളം ഊതുമ്പോൾ പുറപ്പെടുന്നുള്ളതാണ്. അറിയാത്ത ഒരു കാര്യത്തെ അറിയുന്ന കാര്യം പറഞ്ഞ് അല്ലാഹു തആല സമർത്ഥിക്കാൻ. യാത്രകൾ, സന്ദർശനങ്ങൾ. അല്ലാഹുവിന്റെ റസൂലിന്റെ മീറാജിന്റെ യാത്രക്ക് മുമ്പുള്ള റസൂൽ അല്ല, മീറാജിന്റെ യാത്ര കഴിഞ്ഞ് വന്നപ്പോൾ റസൂൽ കൂടുതൽ പവർഫുൾ ആയിരുന്നു, പറയുന്നതിൽ വളരെ കോൺഫിഡൻ്റ് ആയിരുന്നു. അള്ളാഹുവിൻ്റെ റസൂൽ കാണാത്ത കാഴ്ചകൾ കണ്ടു, യാത്ര നടത്തി. അതുകൊണ്ട് നിങ്ങൾ ഹജ്ജിനെ കുറിച്ച് പറയുന്ന സമയത്ത് കുട്ടികളെ കൊണ്ട് ഒരു ഹജ്ജ് ഉംറ പറ്റുമെങ്കിൽ നടത്തിയാൽ നന്നാവും. ഏതായിരുന്നാലും ഹിസ്റ്ററിൻ്റെ അധ്യാപകരുണ്ടെങ്കിൽ താജ്മഹലിനെ കുറിച്ച് പറയുമ്പോൾ അടുത്ത ടൂറ് താജ്മഹലിൻ്റെ അടുത്തേക്ക് അയക്കിയാൽ നിങ്ങൾ പുസ്തകത്തിൽ പറഞ്ഞു കൊടുത്തതിനേക്കാൾ എഫക്റ്റ് കാണുമ്പോണ്ടാവും. അതിനാണ് യാത്രകൾ, സന്ദർശനങ്ങൾ. അതൊക്കെ ഖുർആനിൻ്റെയും ഹദീസിൻ്റെയും അടിസ്ഥാനത്തിൽ നമുക്ക് വിശദീകരിക്കാൻ പറ്റും. ശരീരഭാഷ, ആംഗ്യം, താളം ഒക്കെ. ഫതം അറ വജ്ഹു റസൂലില്ലാന്ന തജീബ് ഗോത്രത്തിന്റെ പച്ച പാവങ്ങൾ, പട്ടിണി കോലങ്ങൾ അള്ളാഹുവിന്റെ റസൂലിന്റെ മുമ്പിലേക്ക് വന്ന സമയത്ത് റസൂലിന്റെ മുഖഭാവം കണ്ടു. ആ മുഖഭാവത്തെ കുറിച്ച് ഹദീസിൽ കാണാം. ഫതം അറ വജ്ഹു റസൂലില്ലാ, ദുഃഖഭാരത്താൽ അള്ളാഹുവിന്റെ റസൂൽ വിവരണമായി. ആ മുഖം വിവരണമായപ്പോൾ സഹാബികൾക്കൊക്കെ മനസ്സിലായി ഇവിടെ എന്തോ സംഭവിച്ചിട്ടുണ്ട്. റസൂലുള്ളാഹി പറഞ്ഞു ബിലാലിനെ വിളിക്കി. ഇഖാമത്ത് കൊടുത്ത് അസ്ർ നമസ്കാരം കഴിഞ്ഞ് റസൂലുള്ളാഹി തന്റെ തോളിൽ നിന്ന് മുണ്ടവിടെ വിരിച്ചു. എന്നിട്ട് പറഞ്ഞു ഇതിൽ കിട്ടോളി, ഉടുക്കാനില്ലാത്ത പാവങ്ങൾ, വയറൊട്ടിയ പാവങ്ങൾ, അതാ തജീബ് ഗോത്രക്കാർ പുറത്ത് നിൽപ്പുണ്ടവർ എല്ലാവരും കൊണ്ടുവന്നിട്ട്. മുഖഭാവം, ബോഡി എക്സ്പ്രഷൻ, ബോഡി ലാംഗ്വേജ് അധ്യാപനത്തിൽ വളരെ പ്രധാനമാണ്. പിന്നെന്ന് പറയുന്നത് വരകൾ, കുറികൾ. അള്ളാഹുവിന്റെ റസൂൽ അജലും അമലും വിശദീകരിക്കാൻ വരച്ചേക്കാൻ. വേറെ സമയത്ത് 3 കമ്പുകൾ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അനാവ കാഫിലുൽ യതീമി ഫിൽ ജന്നത്തി ഹാക്കദാന്ന് റസൂലുള്ളാഹി വിശദീകരിച്ചെടുത്ത് 2 വിരലുകൾ ഇങ്ങനെ ചൂണ്ടിയിട്ടാണ്. സ്വർണം ഹറാമാണ് പുരുഷന്മാർക്ക് എങ്ങനെ പഠിപ്പിച്ചു കൊടുത്തത്? സ്വർണത്തിന് ഒരു കയ്യിൽ സ്വർണം, മറ്റേ കയ്യിൽ വെള്ളി, ഈ ഹരീർ, എന്താ പറയല്, പട്ട്. ഇത് 2 കയ്യിൽ വിളിച്ചിട്ട് ആ വസ്തുവിനെ തന്നെ പ്രദർശിപ്പിച്ചാണ് അള്ളാഹുവിന്റെ റസൂൽ ഇത് ഹറാമാണെന്ന് പറഞ്ഞു. ആ വസ്തു കാണിച്ചു കൊടുക്കുക. മനസ്സിലായില്ലേ? അപ്പൊ നിങ്ങൾ ഈ പാകിസ്ഥാനും ഭൂട്ടാനും ഒക്കെ അതിര് പഠിപ്പിച്ചു കൊടുക്കുമ്പോഴേ ആ ഗോളം തന്നെങ്കിലും കൊണ്ടുവരിക. വെറുതെ കയ്യും വീതി വരരുത്, മാപ്പൊക്കെ ആയിട്ട് വരിക, എന്നിട്ട് കാണിച്ചു കൊടുക്കുക. പറ്റുമെങ്കിൽ ഭൂട്ടാനിക്ക് കൊണ്ടുപോകാൻ വേണ്ടിയത്, പാകിസ്ഥാനിക്ക് കൊണ്ടുപോകാൻ വേണ്ടിയത്, ഇതാണ് അതിര് എറിഞ്ഞ് കാണിച്ചു കൊടുക്കാൻ. പോട്ടെ. യെസ്, ഭൂമി, മരം, പർവ്വതങ്ങൾ, ഇതിനൊക്കെ അല്ലാഹു തആല എന്ത് ചെയ്തിട്ടുണ്ട്? ടീച്ചിങ് മാധ്യമമായിട്ട് റസൂലുള്ളാഹി പരിശുദ്ധ ഖുർആനും ഒക്കെ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. ഓക്കെ. മരങ്ങളെ കശജറത്തിൻ ത്വയ്യിബ, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉപമ പറഞ്ഞത് എങ്ങനെയാണ്? കശജറത്തിൻ ത്വയ്യിബ അസ്ലുഹാ സാബിതുൻ വ ഫർഉഹാ ഫിസ്സമാ. യെസ്, മരങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. ആകാശം, സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രങ്ങൾ, ഇതിനെയൊക്കെ മാധ്യമങ്ങളായി
ടീച്ചിങ് ടൂളുകളായിട്ട്, ടീച്ചിങ് എയ്ഡ് എന്ന് പറയും നമ്മൾ, അധ്യാപകർ ടീച്ചിങ് എയ്ഡുകളായി ഉപയോഗിച്ചിട്ടുണ്ട്. കലമിനെ ഉപയോഗിച്ചിട്ടുണ്ട്. എന്താ? എഴുതി റെക്കോർഡാക്കി സംരക്ഷിക്കാൻ വേണ്ടിയിട്ട്. പുതിയ കാലത്തെ കലം ഏതാ? പുതിയ കാലത്ത് ഗുർസാർ മൗലവിൻ്റെ മുമ്പിലുള്ള ഈ കീബോർഡുകളാണ് കലം. അപ്പോൾ ശേഖരിച്ചു വെക്കുന്ന പുസ്തകങ്ങളോ ഇതിലെ ഫയലുകളാണ് പുസ്തകങ്ങൾ. അങ്ങനെ നമ്മൾ മനസ്സിലാക്കണേ. അല്ല ഹദീസ് എല്ലാ കാലത്തും കലമായി ഇങ്ങനെ നിൽക്കല. അല്ല, കലമിൻ്റെ വേർഷൻ മാറി. കലമിൻ്റെ സ്ഥാനത്ത് കീബോർഡുകൾ വന്നു. പുസ്തകങ്ങളുടെ വേർഷൻ മാറി, അത് ഫയലുകളായി. ഹദീസിനെ അങ്ങനെ മനസ്സിലാക്കിയ സുഖാണിതേ. കാലം എത്ര മുന്നോട്ട് പോവുകയാണെങ്കിലും നമുക്ക് അങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റും ഈ ഹദീസുമായിട്ട്. അവസാനിപ്പിക്കുകയാണ്. ജീവികൾ, കുതിര, ഒട്ടകം, കഴുത എന്നിവയൊക്കെ മാത്രമല്ല, ചില സമയത്ത് അങ്കബൂത്തിനെ ഉപയോഗിച്ചിട്ടുണ്ട്. എട്ടുകാലിനെ അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്. അല്ലെ, ശിർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നിടത്താണ് പറഞ്ഞിട്ടുള്ളത്. ഈച്ചനെ പറഞ്ഞിട്ടുണ്ട്, കൊതുകിനെ പറഞ്ഞിട്ടുണ്ട്, കൊതുകിനെ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ നിരവധി വസ്തുക്കളെയും സാധന സാമഗ്രികളെയും ജീവികളെയും ആകാശത്തെയും ഭൂമിയെയും എല്ലാം അള്ളാഹുവിൻ്റെ റസൂൽ അധ്യാപന മാധ്യമങ്ങളായി, പഠനബോധന പ്രക്രിയകളിലെ ടൂളായി ഉപയോഗിച്ചിട്ടുണ്ട്. വിശാലമായ സബ്ജക്റ്റ്, വളരെ പരിമിതമായ സമയത്ത് ചെറുതായിട്ട് ഫൗള് ചെയ്തിട്ടാണെങ്കിലും നിങ്ങൾ ക്ഷമിച്ചതിൽ വലിയ സന്തോഷമുണ്ട്. നിങ്ങൾ ക്ഷമിച്ചതിലും സഹിച്ചതിലും അതിലേറെ വലിയ സന്തോഷമുണ്ട്. ഓതിയ ആയത്തുകളിലോ ഹദീസുകളിലോ എവിടെയെങ്കിലും തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് വേണ്ടി നിങ്ങൾ കൂടി ഇസ്തിഗ്ഫാർ നടത്തണം. അള്ളാഹിൻ്റെ കലാമാണ്, ബോധപൂർവം തെറ്റിച്ചതല്ല എന്ന് അപേക്ഷിച്ചുകൊണ്ട്, ഇത് കേട്ട നിങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട്, നമ്മുടെ സംസ്ഥാന സമ്മേളനത്തിൽ എല്ലാ സെഷനുകളും വിജയകരമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, അള്ളാഹു മജീൽ ജമ്മന ഹാദ ജമ്മൻ മർഹൂമ വ തഫറുഖന മിൻ ബാദിഹി തഫറുഖൻ മാസൂമ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും.